ഹരിഃ ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരിഃ ഓം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യോന്തഃപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംനാ അന്യാംശ്ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാന്നമോ ഭഗവതേ പുരുഷായ തുഭ്യം. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീവാസുദേവമനിശം ഹൃദി ഭാവയാമി. പരമഭാഗവതനും ധർമ്മനിഷ്ഠനുമായ നാഭി ചക്രവർത്തിയുടെയും മേരുദേവിയുടെയും ഭക്തി കൊണ്ട് സന്തോഷിച്ച മഹാപ്രഭു ഭഗവാന് സദൃശനായ ഒരു പുത്രനുണ്ടാകണം എന്ന അദ്ദേഹത്തിൻ്റെ ആഗ്രഹത്തെ മാനിച്ചുകൊണ്ട് ഭഗവാന് സദൃശനായി ഭഗവാൻ മാത്രമേ ഉള്ളൂ എന്നതുകൊണ്ട് ഭഗവാൻ തന്നെ സ്വയം പുത്രരൂപത്തിൽ അവതരിച്ചതാണ് ഋഷഭ അവതാരം. ശ്രേഷ്ഠൻ എന്നാണ് ആ പദത്തിനർത്ഥം. സർവശ്രേഷ്ഠൻ ഭഗവാൻ മാത്രം. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം, അദ്ദേഹത്തിൻ്റെ മാതൃകാപരമായ ജീവിതവും ഭരണ നൈപുണ്യവും ഒക്കെ പ്രജകളെയൊക്കെ ഭാഗവതന്മാരാക്കി മാറ്റി. അദ്ദേഹത്തിന് 100 ഉണ്ണികളുണ്ടായി എന്നാണ്. അവരൊക്കെ അടക്കവും ഒതുക്കവും ഭക്തിയും ശ്രദ്ധയും ഒക്കെ ഉള്ളവരാണ്. എങ്കിൽ കൂടി ഒരിക്കൽ ഈ പുത്രന്മാരോടുകൂടി പോയി ധാരാളം സജ്ജനങ്ങൾ നിറഞ്ഞിരിക്കുന്ന സദസ്സിൽ വെച്ച് തൻ്റെ മക്കൾക്ക് മനുഷ്യജന്മത്തിൻ്റെ പരമമായ ലക്ഷ്യം അത് നേടാനുള്ള ഉപായവും അതിനാണ് മോക്ഷധർമ്മം എന്ന് പറയുക, അത് ഉപദേശിച്ചു. ഒരുപക്ഷെ നമ്മളൊക്കെയും മാതാപിതാക്കന്മാർ ആയിട്ടുള്ളവർ നമ്മുടെ കുട്ടികൾക്കും ഇത് ഉപദേശിക്കേണ്ടതാണ്. നമ്മളെ നമ്മുടെ കർത്തവ്യം പൂർണ്ണമാവുള്ളൂ. കാശ് കൊടുത്ത് എങ്ങനെയെങ്കിലും അഡ്മിഷൻ മേടിച്ച് ഡോക്ടറോ എൻജിനീയറോ ആക്കിയാൽ ജന്മസാഫല്യം ആയി എന്ന് വിചാരിക്കുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപക്ഷെ ഋഷഭദേവൻ്റെ ഈ ഒരു സന്ദേശം വളരെ പ്രസക്തം ആണ് എന്ന് പറയാണ്ട് പറ്റില്ല എന്നർത്ഥം. ഇനി മറ്റൊരർത്ഥത്തിൽ ഋഷഭദേവൻ തൻ്റെ മക്കളെ ഉപദേശിച്ചു എന്ന് നമുക്ക് തോന്നാം. ഋഷഭദേവൻ്റെ മക്കളല്ലാത്തവരാരാ? ഈശ്വരൻ്റെ സന്താനങ്ങളാണ് എല്ലാവരും. അതുകൊണ്ട് ഋഷഭദേവൻ്റെ ഉപദേശം ആ 100 മക്കൾക്ക് മാത്രമല്ല, പിന്നെ എനിക്കും നിങ്ങൾക്കും എല്ലാ തലമുറകളിലും പെട്ട ആൾക്കാർക്ക് ഉള്ളതാണെന്ന്. ആദ്യം തന്നെ അദ്ദേഹം ഈ മനുഷ്യ ജീവിതത്തിൻ്റെ അഥവാ മനുഷ്യ ജന്മത്തിൻ്റെ മാഹാത്മ്യത്തെക്കുറിച്ചാണ് പറയണത്. എത്രയോ യോനികളിൽ ജനിച്ചതിന് ശേഷമാണ് ഒരു ജീവന് സുകൃതം കൊണ്ട് അറിഞ്ഞോ അറിയാതോ ചെയ്യ പുണ്യത്തിൻ്റെ ഫലമായിട്ട് ഒരു മനുഷ്യജന്മം കിട്ടണത്. അത്രേ ജന്തൂനാം നരജന്മ ദുർലഭം എന്ന് നമ്മളിപ്പോൾ കേട്ടു. അങ്ങനെയുള്ള മനുഷ്യജന്മം കിട്ടിയാൽ എന്താണ് അതിനെക്കൊണ്ട് നേടേണ്ടത്? പലതും നേടാം. പണം, പ്രതാപം, സ്ഥാനം, മാനം, ഇതൊക്കെയാണ് നമ്മൾ പൊതുവെ സ്വാഭാവികമായിട്ട് നേടാൻ ശ്രമിക്കേണ്ടത്, അല്ലേ? വാസ്തവത്തിൽ ഇതിലൂടെയൊക്കെ എന്താ നേടാൻ ആഗ്രഹിക്കുന്നത്? എനിക്ക് സ്ഥാനമാനങ്ങൾ കിട്ടിയാൽ, ധനം കിട്ടിയാൽ, സുഖ സൗകര്യങ്ങൾ ഉണ്ടായാൽ എന്ത് കിട്ടും? അതൊക്കെ ഇല്ലെങ്കിൽ എന്താ ഇപ്പം തകരാറ്? അപ്പോൾ എനിക്ക് ഇന്നില്ലാത്ത സുഖസൗകര്യങ്ങളും ധനവും അതുപോലെയുള്ള ഐശ്വര്യവും പേരും പ്രശസ്തിയും ഒക്കെ ഉണ്ടാവുമ്പോൾ ഇന്നത്തേക്കാളും സമാധാനം, സുഖം, ശാന്തി ഒക്കെ കിട്ടും എന്ന വിചാരമാണ് നമ്മളെ അതിനൊക്കെ പ്രേരിപ്പിക്കുന്നത്. സൂക്ഷ്മമായി വിചാരം ചെയ്ത് നോക്കൂ.
അല്ല ഇതൊക്കെ നമുക്ക് ദുഃഖമാണ്, ഭാരമാണ് എന്ന് തോന്നിയാലോ? ഇതിനാരും പരിശ്രമിക്കില്ല. ഓ ഇല്ല. അപ്പൊ എല്ലാവരും സുഖമാണ്, സമാധാനമാണ്, ശാന്തിയാണ് അന്വേഷിക്കണം എന്നർത്ഥം. പക്ഷേ താൽക്കാലികമായ ഒരു സുഖം, ശാന്തി ഒക്കെ ഇതാ അല്ലറ ചില്ലറ വസ്തുക്കളൊക്കെ, പ്രിയ വസ്തുക്കളൊക്കെ കാണുകയോ കേൾക്കുകയോ കിട്ടുകയോ അനുഭവിക്കുകയോ ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാവുന്നുണ്ട്. പക്ഷേ അതിൻ്റെ പുറകെ ദുഃഖം പതിയിരിക്കേണ്ടെന്നർത്ഥം. മുമ്പും പിമ്പും ദുഃഖം. മധുരത്തിൽ പൊതിഞ്ഞ ഗുളിക പോലെയാ, കഴിക്കുന്ന ഗുളിക പോലെ. മാത്രമല്ല ഈ വിഷയങ്ങളുടെ അനുഭവങ്ങൾ വീണ്ടും വീണ്ടും അതിൻ്റെ ആവശ്യക്കാരായി നമ്മളെ മാറ്റുന്നു. ഋഷഭദേവൻ പറയണു, ഈ മനുഷ്യജീവിതം ഈശ്വര സാക്ഷാത്കാരം, മോക്ഷം, കൈവല്യം എന്നൊക്കെ ആണ് ശാസ്ത്രങ്ങളുടെ ഭാഷയെ പറയുക. പക്ഷേ നമ്മുടെ പ്രായോഗിക ഭാഷയെ പറയുകയാണെങ്കിൽ ഈ മനുഷ്യജീവിതം ശാശ്വത സുഖ സമാധാനങ്ങൾ നേടാനുള്ളതാണ്. ഈശ്വരപ്രാപ്തി എന്ന് പറഞ്ഞാൽ എന്താ? ഈശ്വരൻ ആരാ? ആനന്ദം ബ്രഹ്മേതി വ്യജാനാത്. ബ്രഹ്മം ആനന്ദമാണ്, സച്ചിദാനന്ദരൂപനാണ് ഭഗവാൻ. ശാശ്വത ആനന്ദമാണ് ഈശ്വരൻ. അപ്പൊ ഈശ്വരപ്രാപ്തി എന്ന് പറഞ്ഞാൽ എന്താ? ശാശ്വത ആനന്ദപ്രാപ്തി എന്നർത്ഥം. എല്ലാവരും ഈ ലോകത്തിൽ പരിശ്രമിക്കണം. എന്തിനാ? ഏത് ഭാഷയിൽപ്പെട്ടവരാവട്ടെ, ഏത് ജാതിയിൽപ്പെട്ടവരാവട്ടെ, അറിവ് പഠിച്ചവരാവട്ടെ, പഠിക്കാത്തവരാവട്ടെ, അറിഞ്ഞും അറിയാണ്ടും നമ്മൾ ചെയ്യുന്ന പരിശ്രമം എന്തിനാ? ദുഃഖം ഇല്ലാണ്ടാകണം, സുഖം ഉണ്ടാവണം ചേട്ടാ. ശാശ്വതമായ സുഖ സമാധാനങ്ങൾ വേണം. ഇതിനാണ് എല്ലാവരുടെയും ശ്രമം അല്ലേ? സുഖായ കർമാണി കരോതി ലോക. സുഖാവാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും കർമ്മം ചെയ്യണത്, ദുഃഖം ഇല്ലാണ്ടാക്കാനും. പക്ഷേ നവാ സുഖം അന്യതുപാരമം വാ. വിതുരൻ മൈത്രേയ മഹർഷി എന്ന ഗുരുനാഥനോട് പോയി ചോദിച്ച ചോദ്യമാണ്. ഏത് കാലത്തും പ്രസക്തമാണ് ഈ ചോദ്യം. നമ്മുടെ ഒക്കെ ഉള്ളിൽ ഈ ചോദ്യമുണ്ട്. ചോദിക്കണ്ടോ ഇല്ലയോ അത് വേറെ കാര്യം. ഞാൻ കഷ്ടപ്പെട്ടത്, ഞാൻ പണിയെടുത്തത്, ഞാൻ ഇത്രയും കാലം ജീവിച്ചത്, പണമുണ്ടാക്കിയത്, വീടുണ്ടാക്കിയത്, വലിയ കല്യാണം കഴിച്ചത്, കുട്ടികളുണ്ടായത്, അവരെ വളർത്തിയത്, അവരെ ജോലി ആക്കിയത്, അവർക്ക് കല്യാണം കഴിച്ചു കൊടുത്തത്, അവർക്ക് കുട്ടികളുണ്ടായി, ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാ? എനിക്കിതുകൊണ്ടൊക്കെ സുഖാവും 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 എന്ന് വിചാരിച്ചിട്ടാ. നവാ സുഖം. തിരിഞ്ഞു നോക്കുമ്പോഴോ ഇതുകൊണ്ടൊന്നും എനിക്ക് കാര്യമായിട്ട് സുഖമോ സമാധാനമൊന്നും കിട്ടിയെന്ന് പറയാൻ പറ്റില്ല. അന്യതുപാരമം. എന്നാ ദുഃഖം ഇല്ലാണ്ടായോ? എന്നാൽ തന്നെ കുറച്ച് സമാധാനം, അതുമില്ല. പിന്നെ മേൽക്കുമേൽ ദുഃഖം വന്നു ചേരണു. ഇതല്ലേ സ്ഥിതി. ഇവിടെ ഋഷഭദേവൻ തുടങ്ങണത് എന്താ? കുട്ടികളെ, നായം ദേഹോ ദേഹഭാജാം നൃലോകേ കഷ്ടാൻ കാമാൻ അർഹതേ വിഡ്ഭുജാം യേ തപോ ദിവ്യം പുത്രകായേന സത്വം ശുദ്ധ്യേത്യസ്മാൽ ബ്രഹ്മസൗഖ്യം ധ്വനന്തം. എന്താണ് ഈ മനുഷ്യ ജീവിതത്തിൽ നേടാൻ കഴിയുന്ന ഏറ്റവും വലിയ ലാഭം എന്നാണെങ്കിൽ, നേട്ടം എന്നാണെങ്കിൽ, നിത്യാനന്ദമാണത്രേ, ശാശ്വതമായ സുഖമാണത്രേ. അതിനാണ് ബ്രഹ്മസൗഖ്യം എന്ന് പറഞ്ഞത്. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ അനന്തം, ഇൻഫിനിറ്റ്, കാലദേശാവധിഭ്യ നിർമുക്തമായ സത്യം. അത് ആ സാക്ഷാത്കാരം കൊണ്ട് മാത്രമേ നിത്യസുഖം, അനന്തസുഖം, നിത്യാനന്ദം കരഗതമാകൂ. അപ്പൊ ആർക്കെങ്കിലും ഇതിൽ എതിര് അഭിപ്രായം പറയാൻ പറ്റുമോ? ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരിൽ വിശ്വസിക്കട്ടെ. ഈശ്വരൻ ഇല്ല എന്ന് പറഞ്ഞാൽ നാസ്തികന് പോലും സമ്മതിക്കാണ്ടിരിക്കാൻ പറ്റില്ല. അവൻ പോലും കഷ്ടപ്പെടുന്ന സുഖത്തിന് വേണ്ടി തന്നെയാ, ദുഃഖത്തിനല്ല. അല്ലേ? വിശ്വാസത്തെക്കാരും ഇവിടെ ആശ്രയിക്കണില്ല എന്നർത്ഥം. ഏത് പ്രാണിയും, മനുഷ്യൻ മാത്രമല്ല, പക്ഷേ പ്രാണികൾക്കൊന്നും അതിൻ്റെ ശരിയായ മാർഗം കണ്ടെത്തി അനുഭവിക്കാൻ കഴിയണില്ല. മനുഷ്യനാണ് അതിനുള്ള കഴിവുള്ളത്. എവിടെയാണ് ആ ശാശ്വതമായ സുഖം, ശാശ്വതമായ ബ്രഹ്മം, ശാശ്വതമായ സത്യം, ഈശ്വരൻ? ഇതിപ്പോ മുൻ കഥ വിസ്തരിച്ച് നിങ്ങൾ കേട്ടു കഴിഞ്ഞുള്ളൂ അല്ലേ? സുഹൃത്തായി എല്ലാവരുടെയും ഹൃദയത്തിലിരിക്കണു, ആത്മാവായിരിക്കുന്നു, ബോധസ്വരൂപനായിരിക്കുന്നു. അന്വേഷിച്ച് എവിടെയും പോണ്ടെന്നർത്ഥം, സർവരിലും ഉണ്ടെന്നർത്ഥം. പക്ഷെ എന്താ എന്നിട്ട് നമുക്കത് കിട്ടാത്തത്, അനുഭവിക്കാൻ പറ്റാത്തത്? സ്വഗൃഹേ പായസം തെക്വ ഭിക്ഷാം അടതി ദുർമതീന. നല്ല പഞ്ചാര പായസം ഉണ്ടാക്കി അവിടെ വച്ചിട്ട് അത് കഴിക്കാണ്ട് പിച്ചെടുത്ത് നടക്കും ഒരുത്തനെ പോലെ അത്രേ. സ്വന്തം നിറവറക്കകത്ത് പൂർവന്മാര് കുഴിച്ചിട്ട വലിയൊരു നിധി ഇരുന്നിട്ട് അതറിയാതെ
അതിനെ തിരഞ്ഞ് അത് മണ്ണ് മാന്തി ചകഞ്ഞ് അതിനെ എടുത്ത് അനുഭവിക്കാതെ ദരിദ്രവാസിയായി നാടുതോറും പിച്ചതെണ്ടി അലയുന്ന ഒരു വ്യക്തിയുടെ സ്വഭാവമാണത്രേ നമുക്കധികം പേർക്കുള്ളത്. എന്താ? യോ വേദ നിഹിതം ഗുഹായാം പരമേ വ്യോമന് പ്രതിഷ്ഠിതം എന്ന് വേദം. ഈ ഹൃദയത്തില് ചിദാകാശത്തില് ചിൽ സ്വരൂപനായി സർവസാക്ഷിയായി സദാ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു ആ സത്യസ്വരൂപൻ, പരമാനന്ദ സ്വരൂപൻ. നാം ഓരോരുത്തരും അന്വേഷിക്കുന്ന ശാശ്വത സുഖം, ശാശ്വതമായ സമാധാനം വെളിയിലെങ്ങുമല്ല, ഇതെവിടെ തന്നെയാ. പ്രഹ്ലാദൻ പറയണു, ആത്മത്വാൽ സർവഭൂതാനാം സിദ്ധത്വാധിക സർവത. കിട്ടേണ്ടതല്ല, കിട്ടിയ വസ്തു അത്രേ ഭഗവാൻ. ആത്മത്വാ സഹസ്രനാമത്തിൽ പറഞ്ഞു സുലഭ സുവ്രത സിദ്ധ. സിദ്ധവസ്തുവാ ഭഗവാൻ, സുലഭനാണ്. അത്രയും സുലഭം വേറെന്താ ഉള്ളത്? ഇത്ര സുലഭമാണ് ആത്മജ്ഞാനം എന്ന രമണ മഹർഷി. ഈ തന്നെ കിട്ടിയ വസ്തുവിനെ നേടി അനുഭവിക്കാനുള്ള അത്ര പ്രയാസം, അത്ര പ്രയാസാണോ? വാസ്തവത്തിൽ ഈ ലോകവസ്തുക്കൾ നേടാനും അത് സ്വന്തമാക്കാനും അനുഭവിക്കാനും നാം പെടുന്ന പാടിൻ്റെ ഒരു പെർസെൻറ്റേജ് ഇതിന് പ്രയോഗിച്ചു വെച്ചാലേ, വിനിയോഗിച്ചു വെച്ചാൽ ഇത് കിട്ടും. ഇതാ സ്ഥിതി. അപ്പൊ എല്ലാവരുടെയും ഉള്ളിലുണ്ട്, എന്നാൽ സിദ്ധവസ്തുവാണ്. എന്നാൽ നമുക്ക് എന്തുകൊണ്ടാ ബോധ്യപ്പെടാത്തത്, അനുഭവപ്പെടാത്തത് എന്നൊരു ചോദ്യം ഉണ്ടാവും അല്ലേ? പറയണു, സത്വം ശുദ്ധമാവണത്രേ നത്തം. ഈ മനസ്സ് അഥവാ സത്വം എന്ന് പറയുന്നത് അന്ധക്കരണം, ചിത്തം ശുദ്ധി എന്ന് പറയൂലോ. ആ അന്ധക്കരണം മനസ്സ് ശുദ്ധമാവാത്തത് കൊണ്ടാണത്രേ, നിർമ്മലമാവാത്തത് കൊണ്ടാണത്രേ ഇവിടെ ഉണ്ട് ആനന്ദസ്വരൂപൻ. എന്നിട്ടും നമ്മൾ അതറിയാതെ അനുഭവിക്കാൻ കഴിയാതെ നാം നാനാ വസ്തുക്കളുടെ പുറകിൽ അതിൻ്റെ ദാസനായിട്ട് തെല്ല് ശാന്തിയും സമാധാനവും തെരഞ്ഞു പോണത് അത്രയും. അവ നമ്മുടെ പരിശ്രമം എന്തിനാ? ഈ ചിത്തത്തെ ശുദ്ധമാക്കാൻ. ചിത്തസ്യ ശുദ്ധയേ കർമ്മ. സമസ്ത കർമ്മങ്ങളും, കർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജപം, തപം, തീർത്ഥാടനം, ക്ഷേത്രാടനം, നാമജപം, സത്സംഗം, ശ്രവണം, പ്രസംഗം, കേൾക്കല്, സംഘടിപ്പിക്കല് എന്ന് വേണ്ട നാം ചെയ്യുന്ന എല്ലാം, ഉപാസനകള്, ഇതൊക്കെ കർമ്മത്തിൽപ്പെട്ടു. ഇതിൻ്റെയൊക്കെ ഉദ്ദേശം എന്താ? ചിത്തശുദ്ധി. അത് എങ്ങനെ കിട്ടും? വെറുതെ ചെയ്താൽ കിട്ടില്ല. അത് വെറുതെ ചെയ്തു എന്ന് വിചാരിച്ചാൽ, ഞാൻ ഇത്രയൊക്കെ ജപം ചെയ്ത ആളാണ്, ഞാൻ ഇത്രയൊക്കെ പ്രസംഗം ചെയ്ത ആളാണ്, ഞാൻ ഇത്ര യജ്ഞം കണ്ടക്ട് ചെയ്ത ആളാണ്, ഞാൻ ഇത്ര ദാനം ചെയ്ത ആളാണെന്നുള്ള ഒരു അഭിമാനം, ഒരു മാലിന്യം കൂടി കൂടും, ഇത്രയേ ഉള്ളൂ. അത് പോകണമെങ്കിലോ കേവലം ഈശ്വരാരാധനാരൂപേണ കൃഷ്ണാർപ്പണമസ്തു നാരായണായേതി സമർപ്പയാമി. നാരായണ പൂജയാണ്, ഭഗവാൻ സന്തോഷിക്കണം എന്ന ഭാവത്തോടുകൂടി ആത്മാർത്ഥമായി തൻ്റെ കർത്തവ്യ കർമ്മങ്ങളെ അനുഷ്ഠിക്കണം എന്നർത്ഥം. അങ്ങനെയാണ് നമ്മൾ ചെയ്യണമെങ്കിൽ അതുകൊണ്ട് ശുദ്ധി ഉണ്ടാവും. ശുദ്ധിക്കാണ് ഇതെല്ലാം. മതപരമായ ഏത് മതമാവട്ടെ, മതപരമായ എല്ലാ ചടങ്ങുകളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ജ്ഞാത്വാ അജ്ഞാത്വാ വാചകർമാണി ജനോയമനുതിഷ്ഠതി. ഭഗവാൻ ശ്രീകൃഷ്ണനെ ഇന്ദ്രയാഗത്തിന് ഒരുങ്ങുമ്പോൾ അച്ഛനോട് ഗോപന്മാരോട് പറയുക, നമ്മളൊക്കെ മതപരമായ പല ചടങ്ങുകളിലും കുടുങ്ങിക്കിടക്കണവരാ, പലതും അനുഷ്ഠിക്കുന്നുണ്ട്. അത് ചെയ്തില്ലെങ്കിൽ എന്താ, വല്ലതും തിരിച്ചടി വന്നാലോ, വല്ല ആപത്തുണ്ടായാലോ, അത്യാഹിതമുണ്ടായാലോ എന്ന് ഭയപ്പെട്ട് പലരും ചെയ്യണു. ചിലർ മാമൂലുകളായിട്ട് പൂർവന്മാർ കൊണ്ടു നടന്നതല്ലേ, നമ്മളായിട്ടൊരു റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ച് ചെയ്യണു അല്ലേ. യാന്ത്രികമായി പോകുന്നു പലപ്പോഴും നമ്മുടെ സാധനാനുഷ്ഠാനങ്ങൾ. സ്വയം ആലോചിച്ച് നോക്കൂ. മെക്കാനിക്കലായാൽ, യാന്ത്രികമായാൽ വളർച്ച മുരടിച്ചില്ലേ. ആ ചെയ്യുന്ന പ്രവൃത്തിയിൽ എന്ത് സാധനാനുഷ്ഠാനങ്ങളായാലും അതിൽ നമ്മുടെ പൂർണ്ണമായ ഇൻവോൾവ്മെന്റ്, നമ്മുടെ മനസ്സിൻ്റെ പങ്കാളിത്വം ഉണ്ടാവണമെങ്കിലോ അത് എന്തിന്, അത് എങ്ങനെ എനിക്ക് പ്രയോജനമാവുന്നുള്ള അറിവുണ്ടാവണം. അതിനാണ് സത്സംഗം, ശാസ്ത്ര പഠനം, ശ്രവണം മുതലായത്. അങ്ങനെ ഇതൊക്കെ അനുഷ്ഠിച്ചാൽ എന്തുണ്ടാവും? ചിത്തസ്യ ശുദ്ധി. അത് വസ്തുപലബ്ധയെ. അതുകൊണ്ട് വസ്തുവിനെ കിട്ടാൻ പോണില്ല. വസ്തു കിട്ടേണ്ട വസ്തുവല്ല. ആകാശത്തിൽ സൂര്യൻ എങ്ങനെ ജ്വലിച്ചു നിൽക്കണ്ട്, കാർമേഘം വന്ന് നിന്നുകൊണ്ടാണ് നമുക്ക് കാണാൻ പറ്റാത്തത്. കാറ്റ് വന്ന് മേഘം അങ്ങോട്ട് മാറിയാൽ സൂര്യനെ ആരും ഉണ്ടാക്കും പറ്റേ വേണ്ട, സൂര്യൻ അവിടെ തന്നെയുണ്ട്, പ്രകടമാകുന്നു എന്നർത്ഥം. മറ നീങ്ങി പ്രകടമാകുന്നു എന്നർത്ഥം.
സ്റ്റേജിൽ നർത്തനം ചെയ്യാനായിട്ട് വേഷം കെട്ടി ആൾക്കാർ വന്ന് നിൽക്കുന്നുണ്ട്. പക്ഷെ കർട്ടൻ മറയായി നിൽക്കുക. നിങ്ങൾക്കും വേഷത്തിനും ഇടയിൽ, അല്ലേ, കാണികൾക്കും വേഷത്തിനും ഇടയിൽ കർട്ടൻ അങ്ങോട്ട് നീങ്ങിയാലോ വേഷം കാണാം. ഇതുപോലെ നമ്മുടെ ഉള്ളിൽ എന്തെല്ലാം തരത്തിലുള്ള ചിന്തകളാകുന്ന കർട്ടനാണുള്ളത്. അനേക തരത്തിലുള്ള സങ്കല്പങ്ങൾ ഈ സത്യത്തെ മറച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഗീത പറയും സർവസങ്കല്പ സന്യാസി സത്യാഗി. ബാഹ്യമൊന്നല്ല ത്യജിക്കേണ്ടത്, സങ്കല്പങ്ങളെ വിട്ട ആ നിമിഷം നിങ്ങൾ ശാന്തനായി, നിങ്ങൾക്ക് ശാന്തിയായി. സങ്കല്പങ്ങളെ ത്യജിക്കാൻ പറ്റണില്ല. എന്താ കാരണം? സങ്കല്പങ്ങൾ ഇങ്ങനെ വെള്ളത്തിലെ തിര പോലെ തള്ളിക്കേറി വന്നുകൊണ്ടിരിക്കുക. കുരു കുരു കുരു. കുറച്ചു നേരം ഒന്ന് കണ്ണടച്ച് ആ ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ടിരുന്ന് നോക്കൂ, ഇരിക്കാൻ പൊറുതിയില്ല. അത് അങ്ങോട്ട് പോ, അത് ചെയ്യ്, ഇത് ചെയ്യ്. ആരോ ഉള്ളിൽ നിന്ന് പറയാം കുരു കുരു, ചെയ്യ് ചെയ്യ് ചെയ്യ്. ആരായി പറയണേ? നേരത്തെ ചെയ്ത് കണ്ട് അനുഭവിച്ച് കൂട്ടി ആർജിച്ചു വെച്ച സംസ്കാരം ഉണ്ടല്ലോ ഉള്ളില്, അതിങ്ങനെ പ്രേരിപ്പിക്കുക, തള്ളി വരിക, അല്ലേ? ഇരുന്ന് നോക്കുക, പറയാം. കർമ്മപ്രേരണ, ഈ കർമ്മവാസനകള്. അപ്പൊ ഈ വാസനകളാണ് ഇവ ഇവിടെ തടസ്സമായി നിൽക്കുന്നത്. അതുകൊണ്ടോ രാഗം, ദ്വേഷം, ഇഷ്ടം, ഇഷ്ടക്കേട്, ഇതൊക്കെ ഓരോന്നിലും വരുന്നു. ഈ വാസനാ നിർമാർജനം, അതാണ് സാധന. ശ്രീരാമചന്ദ്രന് യോഗവാസിഷ്ടത്തിൽ വസിഷ്ഠമഹർഷി ഉപദേശിക്കും, പറയും എന്താണ് മോക്ഷം? വാസനാപ്രക്ഷയോ മോക്ഷ. വാസനകളുടെ സമ്പൂർണ്ണ നാശം അതന്നെ മോക്ഷം. വാസനകൾ അടങ്ങിയാലേ സങ്കല്പങ്ങൾ അടങ്ങൂ. ന മോക്ഷോ നഭസപൃഷ്ഠേ ന പാതാളെ നജ ഭൂതലെ. നമ്മുടെ ധാരണ ഏതെങ്കിലും ലോകാന്തരഗമനമാണ്, സ്വർഗത്തിൽ പോവലാണ്, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോവലാണ് മോക്ഷം എന്നാണെങ്കിൽ അല്ലാന്നാ വസിഷ്ഠൻ പറയണത്. വിമാനം കയറി എങ്ങനെ അതിൻ്റെ അപ്പുറത്തേക്കോ എവിടേക്കോ പോണതല്ല, ഭൂമിയിൽ എവിടെയെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്ത് പോയിട്ട് കിട്ടണതല്ല. പിന്നെന്താ? മോക്ഷോ ഹി ചേതോ വിമലം സമ്യക് ജ്ഞാനമവസ്ഥിതം. ചേതോ വിമലം, വിമലമായ ചേതസ്സാണ്, നിർമ്മലമായ ചിത്തമാണ് മോക്ഷത്തിന് കാരണം. നിർമ്മലമായ ചിത്തം ചിത്തല്ല, അതാ രസം. ചിത്തത്തില് ചിത്ത് നോക്കൂ, അതൊന്ന് തിരിക്കൂ. ചിത്തത്തെ ചിത് പ്ലസ് ത, ചിത് അധികം ത, ചിത്തം. ചിത്തെന്താ? ശുദ്ധബോധം, ശുദ്ധ ചൈതന്യം, പ്യൂർ കോൺഷ്യസ്നസ്. അതിൽ മാലിന്യം വരുമ്പോഴാണ് ത. ആ ത മാലിന്യ. അപ്പോൾ ആ ചിത്തത്തിൽ നിന്ന് ആ താങ്കട് മാറ്റിയാൽ, ആ മാലിന്യം അങ്ങോട്ട് നീക്കിയാൽ എന്തായി? ചിത്തായി, അല്ലേ? സത്യത്തിന്റെ അനുഭവം ഉണ്ടാവുന്ന. അപ്പോൾ ശ്രമം ഇതിനാ. അപ്പം നമ്മൾ ആലോചിക്കണം, നാം ചെയ്യണ ഓരോ പ്രവൃത്തികളും എന്തിനു വേണ്ടിയിട്ടാ? പേരിനാണോ, പ്രശസ്തിക്കാണോ, പണം ഉണ്ടാക്കാനാണോ, മറ്റതിനാണോ, മറച്ചതിനാണോ, അതിനാണോ ഞാൻ ചെയ്യണത്? ലൗകിക പണിയായാലും വൈദിക പണിയായാലും. അഥവാ എൻ്റെ ചിത്തത്തെ ശോധന ചെയ്യാനാണോ? എഴുത്തച്ഛൻ പറഞ്ഞത് എൻ്റെ ചിത്തത്തെ ശോധന ചെയ്യാൻ ആവോളം വന്നിക്കുന്നതെന്നാ. എൻ്റെ മനസ്സെന്ന കണ്ണാടിയിൽ ഒരുപാട് മാലിന്യങ്ങൾ പറ്റിയിരിക്കുന്നുണ്ട്. അതൊന്നും തുടച്ചു നേക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പണിക്ക് ഒരുങ്ങണത്. നിങ്ങൾ പഠിക്കുമോ നേരെയാവോ എന്നൊന്നും വിചാരിച്ചിട്ടല്ലാത്ര. ശരിയല്ലേ? നിങ്ങളുടെ മുമ്പിൽ ഇത് പറയുമ്പോൾ അതിൻ്റെ അനുഗ്രഹീതൻ ഞാനാ. പിന്നെ നിങ്ങൾക്ക് അനുഗ്രഹ സഹായം ഉണ്ടായ നന്നായി, അത്രേ ഉള്ളൂ. ഫസ്റ്റ് ബെനിഫിഷ്യറി ഞാനാ, അല്ലേ? ഇത് വളരെ മുഖ്യം. ഇതറിയാണ്ടാണ് നമ്മൾ എന്തൊക്കെയോ സാധനയുടെ പേരിൽ ചെയ്യണത് കേട്ടോ. ആത്മാർത്ഥതയില്ലാണ്ട് അറിവോടുകൂടി ചെയ്യൂ. അപ്പൊ ചിത്തം ശുദ്ധമായാലോ ചിത്ത് സ്വയം പ്രകാശിച്ചു. സ്വയം പ്രകാശദേഹി ആത്മാ മേഘാപായേ അംശുമാനിവ. രാത്രിയിൽ നല്ല നിലാവുള്ള രാത്രി, പക്ഷേ മേഘം വന്നാലോ ചന്ദ്രനെ കാണാനില്ല. മേഘം നീങ്ങിയാലോ ചന്ദ്രനെ കാണാം. ഇതുമാതിരി മനസ്സ് നിർമ്മലമായോ സ്വയം പ്രകാശദേഹി ആത്മാ. ആത്മസ്വരൂപം, എല്ലാത്തിനും സാക്ഷിയായിരിക്കുന്ന ആ ആനന്ദ സ്വരൂപം സ്വയം അവിടെ അനുഭവപ്പെടും. അപ്പം മനസ്സ് ശുദ്ധമായ മനസ്സില്ല പിന്നെ. അതാണ് അതിൻ്റെ ശരി. മനസ്സ് ശുദ്ധാവണേൻ്റെ ലക്ഷണം എന്താ? മനസ്സ് എത്രത്തോളം ശുദ്ധാവോ അത്രത്തോളം മനസ്സ് ആത്മവിചാരത്തിൽ ഈശ്വര സ്മരണയിൽ ഏർപ്പെടും. അതാണ് അതിനുള്ള തെളിവ്. എത്രത്തോളം നമ്മുടെ മനസ്സ് ഈശ്വര ചിന്തനത്തിലും ആത്മവിചാരത്തിലും ഏർപ്പെടണ്ടോ അതാണ് നമ്മുടെ മനസ്സ് ശുദ്ധായിക്കൊണ്ടിരിക്കേണ്ടത് എന്നുള്ളതിന് തെളിവ് തന്നെയാണ് അർത്ഥം.
എത്രത്തോളം രാഗദ്വേഷ കലുഷിതമായിട്ടുള്ളതായ വ്യവഹാരത്തിലേക്ക് നമ്മളെ നയിക്കുന്നുവോ അത്രത്തോളം മനസ്സ് മലിനമാണ്, അശുദ്ധമാണ് തിരിച്ചറിയണം എന്നർത്ഥം. ശുദ്ധചിത്തവും അശുദ്ധചിത്തവും, ചിത്തത്തെ രണ്ടായിട്ടൊക്കെയാ ഋഷിമാർ വേർതിരിച്ചിരിക്കുന്നത്. ബഹിർമുഖമായി പോകുന്ന ചിന്തയിൽ മുഴുകുന്ന ചിത്തം അശുദ്ധം. അന്തർമുഖമായി തത്വവിചാരത്തിലേർപ്പെടുന്ന ഭഗവത് ചിന്തനത്തിലേർപ്പെടുന്ന ചിത്തം ശുദ്ധചിത്തം എന്നാ ഇരിക്കട്ടെ. അപ്പൊ ഇവിടെ ആദ്യം തന്നെ പറയുകയാണ് എന്താണ് ലക്ഷ്യം. ഒന്നാമത്തെ ശ്ലോകത്തിൽ തന്നെ പറഞ്ഞു ശാശ്വത സുഖമാണ്, നിത്യാനന്ദമാണ്, ബ്രഹ്മസാക്ഷാത്കാരമാണ് എന്ത് നമ്മുടെയൊക്കെ ലക്ഷ്യം. അതിന് മനസ്സ് ശുദ്ധമാകണം. അതിന് മനസ്സ് ശുദ്ധമാകാൻ ഒക്കുവോണമുള്ള ജീവിതം നയിക്കലാണ് തപസ് അഥവാ സാധന. അല്ലാണ്ട് തല കുത്തി നിൽക്കലല്ല, പട്ടിണി ഇറക്കലല്ല, എന്നിട്ട് ശരീരത്തെ ക്ലേശിപ്പിക്കലല്ല എന്നർത്ഥം. ഒക്കെ മനുഷ്യൻ വികൃതമായി ധരിച്ചിരിക്കുക. പക്ഷെ ഇങ്ങനെയാണോ ഇപ്പോൾ ലോകം ജീവിക്കണത്? ഇതൊക്കെ പറഞ്ഞാൽ മനസ്സിലാക്കാൻ, ഇത് ഉൾക്കൊള്ളാൻ, ഇങ്ങനെ ജീവിക്കാൻ ആർക്കാ പറ്റുക? ഒരു നായയുടെ ജന്മം കിട്ടിയാൽ പറ്റില്ലല്ലോ, ഒരു പശുവായാൽ പറ്റില്ലല്ലോ, മനുഷ്യനെ പറ്റുള്ളൂ. അതുകൊണ്ട് പറയണു അയം ദേഹ നൃലോകെ, മനുഷ്യ ജീവിതത്തില് കിട്ടിയിട്ടുള്ള ഈ ജീവിതം, മനുഷ്യജന്മം ദേഹഭാക്കുകൾക്ക്, ശരീരമുള്ളവർക്ക് കഷ്ടങ്ങളായ കൂടുതൽ കൂടുതൽ കഷ്ടങ്ങളെ തരുന്ന, ക്ലേശങ്ങളെ തരുന്ന, ദുരിതങ്ങളെ തരുന്ന, ദുഃഖങ്ങളെ തരുന്ന, വാസനകളെ സമാർജിക്കുന്ന കാമനകളുടെ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടുള്ളതല്ല. പിന്നെയോ ദിവ്യമായ തപസ് ചെയ്യാനുള്ളതാ. തപസ് എന്താന്ന് പറഞ്ഞു, മനസ്സിൻ്റെ ശുദ്ധീകരണത്തിന് വേണ്ടി ഈശ്വര സ്മരണയോടുകൂടി ഭഗവത് ആരാധനാരൂപേണ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും സാധനയാണ്. ലക്ഷ്യം ഇങ്ങനെയാണെങ്കിൽ, ഈ ഭഗവത് സ്വരൂപം സാക്ഷാത്കാരമാണെങ്കിൽ, ആ ലക്ഷ്യം വെച്ചുകൊണ്ട് നാം ചെയ്യുമ്പോൾ എല്ലാ പ്രവൃത്തിയും സാധനയായി. രാവിലെ അരമണിക്കൂർ സാധന, പിന്നെയൊക്കെയോ ഓഫീസ് ജോലി, വീട്ടുജോലി, ഇഡലി ഉണ്ടാക്കണം, കുട്ടികളെ അയക്കണം, മറ്റത് മറിച്ചത്, പിന്നെ സോഷ്യൽ സർവീസ്, പിന്നെ ഓണററി വർക്ക്, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ നിന്ന് അനേക ഹെഡുകളാ അല്ലേ. ഇതിനിടയിൽ എനിക്ക് സാധനയ്ക്ക് നേരമില്ല എന്നും കൂടി ചില ആൾക്കാർ അല്ലേ. എന്തേ കാഴ്ചപ്പാട് മാറ്റൂ, ഭാവന മാറ്റൂ. യാതൊന്നു ചെയ്വതതു നാരായണാർച്ചനകൾ, ചെയ്യണതൊക്കെ ഞാൻ നാരായണന്റെ പൂജയാണ്. ചെയ്യിക്കുന്നത് ഭഗവാൻ, ചെയ്യാനുള്ള ശക്തി തന്നത് ഭഗവാൻ, ശരീരം തന്നത് ഭഗവാൻ, അവസരമൊരുക്കി തന്നത് ഭഗവാൻ. ഈ ഭാവം എനിക്കൊന്നുമില്ല സ്വന്തമായിട്ട്, ഒക്കെ അങ്ങ് തന്നതാ. തേരാ തുചുക്കോ അർപ്പണ്, തേര അവിടത്തേടെ, തുചുക്കോ അവിടത്തേക്ക്, അർപ്പണ് അർപ്പിക്കുന്നു. ക്യാലാഹേ മേര, എന്താ എൻ്റെ എന്ന് പറയാൻ നമുക്കുള്ളത്? ഇവിടെ ശ്വാസം പോയാൽ കഴിഞ്ഞില്ലേ? എവിടെ എൻ്റെ സാമർത്ഥ്യം? എടുക്ക്, ഒരു സ്ട്രോക്ക് വരട്ടെ, എവിടെ പോയി പാണ്ഡിത്യം, ബുദ്ധിശക്തി, സൗന്ദര്യം? എത്ര നേരം വേണം? തേരാ തുചുക്കോ അർപ്പണ് ക്യാലാഹേ മേര. ഈ ഭാവന സദാ നമ്മുടെ വ്യവഹാരത്തിലുണ്ടാവണം നമുക്ക്. അങ്ങനെ ജീവിക്കുമ്പോൾ ശുദ്ധി തന്നെ വരും, രാഗദ്വേഷങ്ങൾ കമ്മിയായി വരും, മനസ്സ് തെളിയും. അതിനാണ് ഈ മനുഷ്യനും. അല്ലാതെ വിഡ്ഭുജാം, മനത്തിലെ കൃമികൾ പോലും അനായാസേന അനുഭവിക്കുന്ന ഭോഗത്തിനുള്ളതല്ല അത്ര ഈ മനുഷ്യജന്മം. എന്തിനാ ഭഗവാൻ ഇത് പറഞ്ഞത്? ഇങ്ങനെയല്ലല്ലോ ലോകത്തിൽ അധികം ആൾക്കാരും ജീവിക്കണ കാണുന്നത് എന്ന്. എത്ര കിട്ടിയാലും തൃപ്തി വരാതെ ഈ ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്തിക്കൊണ്ടുള്ള ഭോഗങ്ങൾക്കാണ് ആൾക്കാർ കഷ്ടപ്പെട്ട് ചോര നീരാക്കി പ്രാണനെപ്പോലും പണയം വെച്ചുകൊണ്ട് പണം ഉണ്ടാക്കാൻ പോകണമെന്ന് ആൾക്കാർ. അതുകൊണ്ട് പലതും ഉണ്ടാക്കി സുഖാവാന്നിച്ചിട്ടാ. ഇവിടെ പറയണു അല്ല, ഭോഗങ്ങൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. മനുഷ്യനേക്കാളും കുറച്ചും കൂടി സൗകര്യം മനുഷ്യനല്ലാത്ത വേറെ ജീവജാലങ്ങളാവുക. ഒരു അതിന് മാന്യത നോക്കേണ്ട ആവശ്യമില്ലോ. ഈ ഭാഗവത സപ്താഹ സദസ്സിൽ വന്നിട്ട് ചെയ്യാൻ പാടുമോ എന്നൊക്കെ അതിന് നായ്ക്ക് നോക്കണം, നോക്കേണ്ട ആവശ്യമില്ല. ഇവിടെ വന്നിട്ട് കാലുമൊക്കാം അല്ലേ, ഇവിടെ വന്നിട്ട് ഇണചേരാം അല്ലേ, അങ്ങനെയില്ല മൃഗജാലങ്ങൾക്ക്. പക്ഷെ അതിനെപ്പോലും നിയന്ത്രിക്കണു പ്രകൃതി അല്ലേ. അതിനൊക്കെ ഒരു സീസൺ ഉണ്ട്, ഒരു സമയം ഉണ്ടെന്നർത്ഥം. മനുഷ്യനോ ആലോചിച്ച് നോക്കുക. പലപ്പോഴും മനുഷ്യൻ മൃഗത്തെക്കാളും മോശമായിട്ടാണ് പെരുമാറുന്നത്. അവർ പോലും ഷെയിം മുഖത്ത് വിരൽ വയ്ക്കും നമ്മളെ നോക്കിയിട്ട്. നിങ്ങളല്ലേ ആലോചിച്ച് നോക്കൂ. അതിനാണോ ഈ ജന്മം? അല്ല പറയാ. ശാശ്വതമായ സമാധാനം, ശാന്തി, സുഖം നേടി ഈ ജീവിതം കൃതാർത്ഥം, ധന്യം. ഇവിടുന്ന് പോകുന്ന സമയത്ത് ഐ ഹാവ് ഡൺ മൈ ബെസ്റ്റ്, ധന്യം ഈ ജീവിതം എന്ന് നമുക്ക്
ആരോടും പറയണ്ട, അങ്ങനെ ബോധ്യാവണം നത്തം. അപ്പോൾ ചോദിക്കും, ഇതൊക്കെ എങ്ങനെയാ മനസ്സിലാവുക? ഇപ്പം എങ്ങനെയാ മനസ്സിലായത് പറയൂ. ഇപ്പം എങ്ങനെയാ മനസ്സിലായത്? രാവിലെ നേരത്തെ എണീറ്റു, എന്നിട്ടോ 9 മണിക്ക് എത്തണം, ആദ്യത്തെ പ്രഭാഷണം മുതൽ കേൾക്കണം എന്ന് വിചാരിച്ച് വളരെ ക്ലേശം സഹിച്ച് നിങ്ങളിവിടെ വന്നു അല്ലേ? അടുത്തുള്ളവർ ദൂരത്ത് നിന്ന് പലരും ഇവിടെ താമസിക്കണം അല്ലേ? ഇങ്ങോട്ട് വന്നുകൊണ്ടല്ലേ ഇതൊക്കെ കേൾക്കാറായത്. അപ്പം എന്താ? സത്സംഗമാണ് അതിനുള്ള അവസരം നത്തം. ഭാഗവതം മുഴുവൻ ആദ്യന്തം സത്സംഗ മഹിമയാണ് എൻ്റെ നോട്ടത്തിൽ. ആദ്യത്തെ മാഹാത്മ്യത്തിലേക്ക് കാണാം. ഭാഗ്യോദയേന ബഹുജന്മ സമാർജിതേന സത്സംഗമം ജലഭതേ. എത്ര ബഹുജന്മങ്ങളിൽ ആർജിച്ച സുഹൃതത്തിന്റെ പരിഭാഗഫലമായിട്ട് ഒരാൾക്ക് സത്സംഗത്തിന് വരാൻ തോന്നുന്നു. സത്സംഗത്തിൽ താല്പര്യം ഉണ്ടാവണം നത്തം. സനകാദികളെ കണ്ട സമയത്ത് നാരദൻ പറയണു, നാരദനെ കണ്ട സമയത്ത് ഭക്തിദേവി പറയണു, എല്ലായിടത്തും പറയണതാ. സംസാരേസ്മിൻ ക്ഷണാർത്ഥേപി സത്സംഗശേവധിർനൃണാം. അല്പകാലം ദുരിതവും ക്ലേശവും അനുഭവിച്ചുകൊണ്ടുള്ള ഈ ജീവിതത്തില് ഒരു നിമിഷനേരം സത്സംഗം തരായെന്നുവെച്ചാൽ അത് പരമദരിദ്രനായവനൊരു നിധി കിട്ടിയ പോലെയാണ് അത്രയർത്ഥം എന്ന് വിവേകിയായ നിമി ചക്രവർത്തി പറയണു. തദേവ സാധ്യതാം തദേവ സാധ്യതാം എന്ന് ശ്രീനാരദ മഹർഷി. സത്സംഗമാണ് സാധിക്കേണ്ടത്. എന്തിന്? ശ്രീനാരദൻ തന്റെ ജന്മകഥ പറയുമ്പോൾ തന്നെ പറയണു, ഞാനെങ്ങനെ ഇവിടെ എത്തി? സത്സംഗ പ്രഭാവം കൊണ്ട് എന്ന്. ഒരു ദാസീപുത്രൻ ഏതൊക്കെ വീട്ടിൽ അടിച്ചു നടന്ന അച്ഛൻ പോലും ഇല്ലാത്ത അനാഥ ചെറുക്കൻ എന്നൊക്കെ പറയാം. അങ്ങനെയുള്ള ആ ചെറുക്കൻ എങ്ങനെയാ ശ്രീനാരദ അവസ്ഥയിലേക്ക് ഈ ലോകത്തിൻ്റെ മുഴുവനും ഗുരുനാഥനായിട്ട് എങ്ങനെ മാറി? കേവല സത്സംഗം. പറയണു, മഹൽ സേവാം ദ്വാരമാഹുർവിമുക്തേഹേ. ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ബോംബെയിലുണ്ട്. ഇതുപോലെ ഗേറ്റ് വേ ഓഫ് മോക്ഷം, മോക്ഷ കവാടം എന്താ? സത്സംഗം, മഹൽ സേവ. നല്ല സത്സംഗം കിട്ടിയാൽ, ജ്ഞാനാനന്ദ സ്വാമി എപ്പോഴും പറയണ വാക്ക് എൻ്റെ കാതിലിങ്ങനെ മുഴകുണ്ട്. കുട്ടിയായിരിക്കുമ്പോൾ ആ സ്വാമിയുടെ മുമ്പിൽ പോയിരിക്കും. മനസ്സിലായില്ലോ വേറെ കാര്യം. നല്ല സത്സംഗം കിട്ടിയാലേ ഒന്നും അറിയണ്ട, സംസ്കൃതം എന്ന് പറഞ്ഞു വേണമെന്നില്ല കുട്ടി, ആ ജീവൻ ധന്യമാവുന്നാണ്, ആ ജീവിതം ധന്യമാവുന്ന. അത്ര ശരിയാ. നല്ല സത്സംഗം കിട്ടണം. അത് വളരെ എടുത്തു പറയണം. സത്തിനെ കുറിച്ച് ചർച്ചയെ പാടുള്ളൂ. സത്തിനെ കുറിച്ചുള്ള ചർച്ച നടക്കുന്ന സ്ഥലമാണ് സത്സംഗം. മഹൽ സേവാം, അതാണ് മോക്ഷദ്വാരം. അങ്ങനെയുള്ള സജ്ജനങ്ങളുമായി സംസർഗം ചെയ്യണം ഉണ്ണികളെ. എന്നാൽ നമ്മെ മോക്ഷത്തിലേക്ക് നയിക്കുന്ന, ശാശ്വതമായ ജീവിത ലക്ഷ്യ പ്രാപ്തിയിലേക്ക് നയിക്കുന്ന ആ മഹത്തായ അവസരം സത്സംഗമാണെങ്കിൽ ഇതേപോലെ നമ്മെ ആ മഹത്തായ ലക്ഷ്യത്തെ വിസ്മരിപ്പിച്ച് വെറും ദേഹത്തിലും ഭോഗങ്ങളിലും ആസക്തി ജനിപ്പിച്ച് നമ്മളെ തമസ്സിലേക്ക്, ജ്ഞാനത്തിൻ്റെ പടുകുഴിയിലേക്ക് തള്ളിവിടുന്ന ഒരു കൂട്ടുകെട്ടുണ്ട്. അതെന്താ? അതാണ് ദുസ്സംഗ. സർവദാ ത്യാജ്യ, ത്യാജ്യ ഏവ ദുസ്സംഗം. ഇവിടെ പറഞ്ഞു തമോദ്വാരം യോഷിതാം സംഗിസംഗം. നമുക്ക് ആദ്യമൊക്കെ ഇത് കേട്ടപ്പോൾ വളരെ വിഷമം തോന്നിയിരുന്നു. എന്താ ഈ അമ്മമാരെ ഇങ്ങനെ ഭാഗവതകാരൻ ഇത്ര കണ്ണുകൂടായുണ്ടോ? ഇദ്ദേഹത്തിൻ്റെ അമ്മയില്ലേ, ഈ വ്യാസനൊരു അമ്മയില്ലേ, ഈ ശുഗനൊരു അമ്മയില്ലേ, ഇത് പറയണ ആചാര്യന്മാർക്കൊക്കെ അമ്മയില്ലേ? അവരൊക്കെ സ്ത്രീകളല്ലേ, യോഷിത്തുകളല്ലേ, സ്ത്രീകളല്ലേ? അതെ. പിന്നെന്താ, പുരാണങ്ങളിലൊക്കെ നോക്കൂ, സ്ത്രീകളോട് ചേർന്നിടാന്നാ പറയാം. സ്ത്രീ അന്നപാനാദി ഇപ്പോൾ സ്വാമി നേരത്തെ പറഞ്ഞു അല്ലേ, ആദ്യം സ്ത്രീയാ. എന്തിനാ ഈ സ്ത്രീയെ എത്ര എങ്ങനെ നിന്ദിച്ചത്? എത്രയോ ധീര വനിതകളില്ലേ, മൈത്രേയി തുടങ്ങിയിട്ട് മഹതികള്. അപ്പം എന്താ അവിടെ? ബൃഹദാരണ്യക ഭാഷ്യത്തിൽ ആചാര്യസ്വാമികൾ പറയും, ഇത് പറയിപ്പിക്കുന്നത് യാജ്ഞവൽക്കനെ കൊണ്ടാണ്. യാജ്ഞവൽക്കന് 2 ഭാര്യമാരുണ്ടായിരുന്നു, പ്രസിദ്ധമാണ്. മഹാഗുരുനാഥൻ, എത്രയോ ശിഷ്യന്മാരുടെ ഗുരുനാഥൻ, ജനക മഹാരാജാവിൻ്റെ ഗുരുനാഥൻ. ധാരാളം ദക്ഷിണയായിട്ട് സമ്പത്തൊക്കെ കിട്ടിയിട്ടുണ്ട്. ഒരു ദിവസം അദ്ദേഹം എല്ലാം സർവ്വസംഘ പരിത്യാഗം ചെയ്ത് സന്യസിച്ച് പോകാൻ നിശ്ചയിച്ചു. അപ്പോൾ ഉള്ള സ്വത്തൊക്കെ 2 ഭാര്യമാർ ജീവിച്ചോട്ടെ എന്ന് പങ്കുവെച്ചു കൊടുക്കാൻ നിശ്ചയിച്ചു. കാത്യായനി അത്രയൊന്നും ആലോചനയില്ലാത്തവളാ. അവൾ ഭർത്താവ് പോയാൽ കഴിഞ്ഞു കൂടണമല്ലോ, കിട്ടിയത് മേടിച്ച് ഭാഗം മേടിച്ച് കഴിയാം, തനിക്കും കുട്ടികളൊക്കെ ഒന്ന് വിചാരിച്ചിട്ടുണ്ടാവും. നമ്മളൊക്കെ സാധാരണ ആൾക്കാർ വിചാരിക്കണ മാതിരി ഒന്നും വേണ്ടിയില്ല. പക്ഷെ മൈത്രേയി ബുദ്ധിമതിയായിരുന്നു. മൈത്രേയി ജ്ഞാന ചർച്ചകളിൽ പങ്കെടുക്കുമായിരുന്നു. മൈത്രേയി ചോദിച്ചു, അങ്ങക്ക് ഇത്രയും കാലം ഇല്ലാത്ത എന്ത് സുഖമാണ് ഇതൊക്കെ ഉപേക്ഷിച്ചിട്ട് ആ കാട്ടിൽ പോയാൽ കിട്ടാൻ പോണത്? എന്താ അങ്ങ് ഇതൊക്കെ ഉപേക്ഷിച്ച് പോണത്? ഇത്രയും പ്രിയമായിരുന്നത് ഞങ്ങളൊക്കെ. അപ്പോഴാണ്
ആ മൈത്രേയെ, എന്നിട്ട് മൈത്രേയ്ക്ക് ആത്മതത്വമൊക്കെ പറഞ്ഞു കൊടുക്കും. ആ മൈത്രേയെ വിശേഷിപ്പിക്കുന്നു, കാത്യായനെ വിശേഷിപ്പിക്കുന്നു. ബ്രഹ്മവാദിനി മൈത്രേയിന്ന്. കാത്യായനി സ്ത്രീ, കാത്യായനിയാണ് അവിടെ സ്ത്രീയെ പറഞ്ഞത്. എന്നാൽ മറ്റേ ഭാര്യ മൈത്രേയെ സ്ത്രീയായിട്ട് പറഞ്ഞില്ല. പിന്നെയോ ബ്രഹ്മവാദിനി എന്നാ പറഞ്ഞത്. ബ്രഹ്മത്തെക്കുറിച്ച് അറിയാൻ ആഗ്രഹമുള്ളവൾ എന്നർത്ഥം, സത്യത്തെക്കുറിച്ച് അറിയാൻ ആഗ്രഹമുള്ളവൾ. അപ്പൊ സ്ത്രീ എന്ന് പറഞ്ഞാൽ എന്താ? ആചാര്യസ്വാമികൾ ഭാഷ്യകാരൻ അതിനെ കുറച്ചും കൂടി വ്യക്തമാക്കും. സ്ത്രീ, സ്ത്രീ പ്രജ്ഞ. നമ്മുടെ ബുദ്ധി ആണത്രേ സ്ത്രീ. ബുദ്ധിയും ചാലോ ബുദ്ധിയല്ല, സ്ത്രീ, സ്ത്രീ പ്രജ്ഞ. അതൊരു തരം ചിന്താഗതിയാണ് ഉദ്ദേശിക്കുന്നത്. വിഷയാന്വേഷണപരാ, അതിന് വ്യാഖ്യാനം. എപ്പോഴും ഇന്ദ്രിയങ്ങൾക്ക് പ്രിയങ്കരങ്ങളായ വിഷയങ്ങളെ നേടാൻ എന്താ വഴി, സമ്പാദിക്കാൻ എന്താ വഴി, അനുഭവിക്കാൻ എന്താ വഴി, ഇതിനെക്കുറിച്ച് തന്നെ ധ്യാനിച്ചുകൊണ്ട്, സങ്കല്പിച്ചുകൊണ്ട്, പ്ലാൻ ചെയ്തുകൊണ്ട് അതിന് പണം ഉണ്ടാക്കാൻ എന്താ വഴി, ഇങ്ങനെ സദാ ചിന്തിച്ചുകൊണ്ട് കഴിയുന്ന മനസ്സോടുകൂടിയവരാരൊക്കെയോ അവരൊക്കെ സ്ത്രീകളാ. പാൻറ്റും ഷർട്ടും ഇട്ടിട്ട് കാര്യമില്ല, മീശ വെച്ചിട്ടും കാര്യമില്ല. അല്ല, സാരി ഉടുത്തവർ ആരെങ്കിലും ഇതിലല്ല അവരുടെ പ്രജ്ഞ, ഈ വിഷയങ്ങളല്ല. അത് കൃമികൾക്ക് പോലും ഇപ്പം ഋഷഭദേവൻ പറഞ്ഞ മാതിരി കിട്ടണതാണ്. അതുകൊണ്ട് അതല്ല എനിക്ക് വേണ്ടത്, നിത്യാനന്ദമാണ്, ശാശ്വതമായ സത്യം സാക്ഷാത്കരിക്കലാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ആരാണോ സജ്ജനങ്ങളെ സമീപിച്ചുകൊണ്ട് ഇതാ ബ്രഹ്മത്തെ, സത്യത്തെ, ഭഗവാനെ അന്വേഷിക്കുന്നത്, തിരയുന്നത്, അവരൊന്നും ശരീരം കൊണ്ട് സ്ത്രീകളാണെങ്കിലും സ്ത്രീകളല്ല. ഇത് മനസ്സിലാക്കാത്തതുകൊണ്ട് പല ആൾക്കാരും സ്ത്രീകളെ മാറ്റി നിർത്തി. സ്ത്രീകൾ കേൾക്കാൻ പാടില്ല, സ്ത്രീകൾ പറയാൻ പാടില്ല, സ്ത്രീകൾ അത് ചെയ്യാൻ പാടില്ല, സ്ത്രീകൾ ഇത് ചെയ്യാൻ പാടില്ല. ആരാ സ്ത്രീ? അത് ചോദിക്കരുത്. അത് ചോദിക്കാൻ സ്ത്രീകൾ തയ്യാറായില്ല, സോക്കോൾഡ് സ്ത്രീകൾ അല്ലേ. പക്ഷെ ഇവിടെ യാജ്ഞവൽക്യൻ പറഞ്ഞു, രണ്ട് ഭാര്യമാരിൽ ഒരുത്തി സ്ത്രീയും ഒരുത്തി പുരുഷനുമാ. തന്നിലെ ഈ ശരീരം പ്രകൃതിയാണ്, ജഡമാണ്. പ്രകൃതി ഇകാരാന്തം സ്ത്രീലിംഗാണ് അല്ലേ പ്രകൃതി സംസ്കൃതത്തില്. ഈ ശരീരത്തിൽ ഈ പ്രകൃതിയുടെ വികാരമായ ശരീരാദികളിൽ ഞാനെന്നും എൻ്റെയെന്നും അഭിമാനിച്ച് കഴിയുന്നവരൊക്കെ സ്ത്രീകൾ. എന്നിട്ട് അതിൻ്റെ സുഖത്തിന് വേണ്ടി ഈ നശ്വരമായ ലോകവസ്തുക്കളെ നേടാൻ വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചവരൊക്കെയാണ് ഈ സ്ത്രീകൾ എന്ന് പറഞ്ഞത്. എന്നാൽ ഈ ശരീരത്തെ പ്രവർത്തിപ്പിക്കുന്നത് ആരാ? കണ്ണിന് കാണാൻ കഴിവ് കൊടുക്കുന്നത് ആരാ? പ്രാണൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? മനസ്സെങ്ങനെയാണ് സങ്കല്പിക്കാൻ കഴിവുള്ളതായത് എന്ന ചിന്തയുമായിട്ട് സജ്ജനങ്ങളെ സമീപിക്കുന്നവരുണ്ടല്ലോ, അവർ പുരുഷനെ അന്വേഷിക്കുന്നവരാ. അവര് ബ്രഹ്മവാദിനികളാണ്, അവര് സ്ത്രീകളല്ല എന്നർത്ഥം. അപ്പോൾ സ്ത്രീകളോടുള്ള സംഘം എന്ന് പറഞ്ഞാൽ ഇനി നമ്മൾ ആരെങ്കിലും വല്ലാണ്ട് വിഷമിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അങ്ങനെയുള്ളവരൊക്കെ വിഷമിക്കണം, അങ്ങനെ മനസ്സ് പോണവരൊക്കെ. അപ്പൊ അത്തരത്തിലുള്ള വിഷയാസക്ത ജീവിതം നയിക്കുന്ന ആൾക്കാരോടാണ് നമുക്ക് കൂട്ടുകെട്ടെങ്കിലോ സ്വാഭാവികമായിട്ട് അവരോട് കൂടി കഴിഞ്ഞാൽ അതിലാണ് താല്പര്യം ഉണ്ടാവുക, അതിലേക്ക് മുഴുകിപ്പോവും അല്ലേ. നമ്മൾ പരസ്പരം ഒന്ന് കാണുമ്പോൾ നോക്കിക്കോളൂ. കല്യാണത്തിന് കണ്ടു, അല്ലെങ്കിൽ കാതൂത്തിന് കണ്ടു, അല്ലെങ്കിൽ അമ്പലത്തിൽ കണ്ടു. സാരിയിൽ താല്പര്യമുള്ളവർ സാരിയെക്കുറിച്ച് ചർച്ച ചെയ്യും. നന്നായിട്ടല്ലോ, നല്ല സെറ്റ്, ഓണത്തിന് എനിക്കൊരെണ്ണം മേടിക്കണം ഇട്ടതുപോലെ. ഇതെവിടുന്നാ? നിങ്ങൾക്ക് ഒക്കെ ഉണ്ടല്ലോ ഒരേപോലത്തെ. ഇത് ഏത് കടയിൽ നിന്ന് വാങ്ങിയ, ഏത് നെയ്ത്തുകളിൽ നിന്ന് വാങ്ങിയ? സാരി പ്രിയന്മാരാ. വേറെ പണ്ടപ്രിയന്മാരാ, നല്ല മോഡൽ. ഇതെവിടുന്നാ? ആലുക്കാസ് മധുന്ന മറ്റേടത്തുന്ന. ശരിയല്ലേ? വേറെ ചില ആൾക്കാര് വേറെ വിഷയങ്ങൾ, ഏതാ അവർക്ക് താല്പര്യം അതിൽ കമ്പനി അല്ലേ. എന്നാലോ സജ്ജനങ്ങളോ ഭഗവാനെക്കുറിച്ച് മാത്രമേ പറയുള്ളൂ എന്നർത്ഥം. കപില ഭഗവാൻ പറയും, ആരാ സജ്ജനം? സജ്ജനങ്ങളുടെ സ്വഭാവം എന്താ? സജ്ജനങ്ങൾ നിരന്തരം എന്നെ, ഈ ദേഹത്തിലും ദേഹസംബന്ധികളായ വസ്തുക്കളിലും ഒട്ടും മമതയും ആസക്തിയും ഇല്ലാത്തവരാ. സദാ മനസ്സ് എന്നിൽ വെച്ചിരിക്കുന്നവരാ. പറയണു, മഹാന്തസ്തേ സമചിത്ത പ്രശാന്താഹ വിമന്യമഹ സുഹൃതഃ സാധവോയേ. എഴുതി വെച്ചിട്ടുണ്ട് അവിടെ. തിദിക്ഷവഃ കാരുണികാഃ സുഹൃതഃ സർവദേഹിനം അജാതശത്രവഃ ശാന്താഃ സാധവഃ സാധുഭൂഷണാഃ. സജ്ജന ശിരോമണികളായിട്ടുള്ള സജ്ജനങ്ങൾ ആരാ? സർവഭൂത സുഹൃത്തുക്കള്, ആരോടും വിരോധമില്ലാത്തവര്, സകല ചരാചരങ്ങളിലും ഭഗവത് സാന്നിധ്യത്തെ ദർശിക്കുന്നവര്, എല്ലാവരുടെയും നന്മയെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നവര്, ആരോടും ക്രോധമില്ലാത്തവര്, പരുഷഭാവമില്ലാത്തവര്, സർവഭൂത സുഹൃത്ത്. കാരണം ഭഗവാൻ സർവഭൂത സുഹൃത്ത. ആ ഭഗവാനെ തൻ്റെ സ്വരൂപമായി സാക്ഷാത്കരിച്ചവര് നാച്ചുറലി സർവഭൂത സുഹൃത്തായി മാറും. അവരാ. ജനേഷു ദേഹംഭരവാർത്തികേഷു ഗൃഹേഷു ജായാത്മജനാദിമത്സു ന പ്രീതിയൂർത്ത. എന്ത്? സാധാരണ ആൾക്കാർ ദേഹത്തിനും സംബന്ധികളിലും ആസക്തി പൂണ്ട് അതിനു വേണ്ടിയിട്ട് രാവും പകലും ഇല്ലാണ്ട് കഷ്ടപ്പെടുന്നത്. അങ്ങനെയുള്ളവരോടൊരു ബന്ധമില്ല, മമതയില്ല. എന്നും ഒറ്റയ്ക്ക് ഇരിക്കാൻ തച്ചിന്തനം. അത് ആരെങ്കിലും വന്നു വെച്ചാലോ തത് കഥനം, അല്ലെങ്കിലോ അന്യോന്യം തത് പ്രബോധനം. ഇത്രയേ ഉള്ളൂ.
ഭഗവത് വിഷയമായിട്ടല്ലാതെ അവരൊന്നും പറയില്ല. ഇങ്ങനെയുള്ള മഹാത്മാക്കളുണ്ടെന്ന് വെച്ചാൽ ധാരാളം കാണാനുള്ള ഭാഗ്യം ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് നമുക്കുണ്ടായിട്ടുണ്ട്. ചിലയിടത്ത് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ സത്സംഗമൊന്നുമില്ല, നാട്ടുവർത്താനം, വീട്ടുവർത്താനം, രാഷ്ട്രീയം, അങ്ങനെ എടുത്ത് പിന്നെ പോവില്ല. ചിലയിടത്ത് ചെന്ന് കഴിഞ്ഞാലോ ആ മഹാത്മാവിന് കിടക്കാൻ വയ്യ, ഇരിക്കാൻ വയ്യ, നടക്കാൻ വയ്യ, പക്ഷേ എത്ര ആൾക്കാരാ ഗ്രൂപ്പ് മാറി മാറി വന്നു പോയിക്കൊണ്ടിരിക്കുക. ഭഗവത് വിഷയമല്ലാണ്ട് നാവീന്ന് വരില്ല. ഇങ്ങനത്തെ മഹാത്മാക്കളെയും കണ്ടിട്ടുണ്ട്. നോക്കൂ, സെലക്ട് ചെയ്യണം, ഇവിടെ കുടുങ്ങിപ്പോവരുത്. എന്നാ പ്രീതിയുക്ത, അങ്ങനെയുള്ള ലൗകിക വിഷയങ്ങളിലൊന്നും പ്രീതിയില്ല അവർക്ക് നത്തം. പ്രീതി എപ്പോഴും ആത്മാവിലാണ്, ഈശ്വരനിലാണ് നത്തം. ഇങ്ങനെയുള്ള സജ്ജനങ്ങളുമായിട്ട് സംസർഗമുണ്ടായാൽ സത്സംഗത്തിൻ്റെ മഹിമയൊക്കെ ഇവിടെ മുൻ പ്രഭാഷകൻ സൂചിപ്പിച്ചു. നിങ്ങൾക്കൊക്കെ നല്ലോണം അറിയണത്, അതുകൊണ്ടാണ് നിങ്ങളിവിടെ വന്നേക്കണത്, വിസ്തരിക്കേണ്ട ആവശ്യമില്ല. കപില ഭഗവാൻ പറയും, ഈ സത്സംഗം എങ്ങനെ നമ്മളെ ഉയർത്തും? സദാം പ്രസംഗാത്. സജ്ജനങ്ങളുടെ അടുത്ത് പോയി കഴിഞ്ഞാലോ അവരെപ്പോഴും എന്തിനെക്കുറിച്ചാണ് പ്രസംഗിക്കുക, പറയുക? മമ വീര്യസംവിദോ ഭവന്തി ഹൃത്കർണരസായന കഥാഹ. ആ ഭഗവാന്റെ ഗുണഗണങ്ങള്, മാഹാത്മ്യങ്ങള്, ഭക്തവാത്സല്യാദി ലീലകള്, ആ ഭഗവാന്റെ പരമാർത്ഥ സ്വരൂപം, അത് സാക്ഷാത്കരിച്ച ഭക്തന്മാരുടെ ജീവിതം, അവരിൽ കണ്ട സൽഗുണങ്ങള്, അവരുടെ ആ ലോകസ്നേഹം, വിശ്വപ്രേമം, വിശ്വകല്യാണത്തിന് വേണ്ടിയിട്ടുള്ള സേവനഭാവം, ഇതൊക്കെയാണ് നമുക്ക് പറഞ്ഞു തരിക. അത് കേട്ടാലോ തജ്ജോഷണാത്, അതിങ്ങനെ കാതിലൂടെ കേൾക്കാനിടയായാലോ ആശു, വൈകാതെ, ഉടനെ, പെട്ടെന്ന്, അപവർഗവത്മനി, അപവർഗമാർഗത്തില്, മോക്ഷമാർഗത്തില് ശ്രദ്ധാരതിർഭക്തിരനുക്രമിഷ്യതി. ശ്രദ്ധയുണ്ടാവും. ഫസ്റ്റ് വേണ്ടത് അതാ. സത്സംഗം കൊണ്ട് നമുക്ക് ആദ്യം ഉണ്ടാവണം. നമ്മൾ മാറ്റം ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? ശ്രദ്ധ വേണം. ഭഗവാൻ പറയും, ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം. ശ്രദ്ധയുള്ളവനാ ജ്ഞാനം ഉണ്ടാവുള്ളൂ. ജ്ഞാനം ലബ്ധ്വാ പരാംശാന്തി മതിരേണ അധികച്ചതി. വൈകാതെ പരമശാന്തി അവന് കിട്ടും. ശ്രദ്ധ വേണം. ശ്രദ്ധാവന്തോ അനസൂയന്തോ ഏ മേ അനുതിഷ്ഠന്തി മേ മതം. ഞാൻ ഈ പറഞ്ഞതിനെ കേട്ടോണ്ടായില്ല, അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടായില്ല. ഇതിൽ പൂർണ്ണ ശ്രദ്ധ, പൂർണ്ണ വിശ്വാസത്തോടുകൂടി ആരാണോ ഇതിനെ അനുഷ്ഠിക്കുന്നത് അവർക്ക് കർമ്മബന്ധനങ്ങളിൽ നിന്ന് മുക്തരാവാം. തേവി മുച്യന്തി കർമ്മഭീന്ന് ഗീതോപദേശത്തിലും ഭഗവാൻ പറയും. അപ്പൊ ഇവിടെ ആദ്യം ഉണ്ടാവേണ്ടത് ശ്രദ്ധയാണ്. ശ്രദ്ധ വന്നാലോ മോക്ഷമാർഗം. എൻ്റെ ലക്ഷ്യം ഇതല്ല, ലക്ഷ്യം അതാണ്. ഇതുവരെ ഞാനത് അറിഞ്ഞില്ല കേട്ടോ. എനിക്ക് ശാന്തി, സുഖം, സമാധാനം കിട്ടുന്നിട്ടാണ് ഞാൻ ഇതിൻ്റെ പിന്നാലെ ഇത്രയും കാലം ഓടിയിടുന്നത്. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കേട്ടോ, ഇനി ഞാൻ അങ്ങനെ ആവില്ല, ഇനി ഞാൻ ഈ കേട്ട മാതിരി ആവും. അതാണ് ശ്രദ്ധ വന്നതിൻ്റെ ലക്ഷണം. ശ്രദ്ധ വന്നാൽ എന്താ? ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവും. ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യും, കാഴ്ചപ്പാട് മാറും. നമ്മൾ കേട്ടിട്ടും പിന്നെ അങ്ങനെ തന്നെയാണെങ്കിലോ ശ്രദ്ധ വന്നിട്ടില്ല എന്ന് തന്നെ ഉറപ്പ്. വർത്തമാന പത്രത്തിൽ മാതൃഭൂമിയും മനോരമയും അതുപോലുള്ള പത്രങ്ങളും പഠിക്കല്ല, അരിച്ചു കുറുക്കി കുടിക്കും ആൾക്കാർ. രാമായണവും ഭാഗവതവും നാരായണീയവും അപൂർവം. ഇനി അത് പഠിച്ചാൽ തന്നെ കുടിക്കലില്ല, ഇനി അത് പഠിച്ചാലും കുടിച്ചാലും തന്നെ വിശ്വാസമില്ല, ശ്രദ്ധയില്ല. അതിൽ ഇത്രയൊന്നും വേണ്ട, നമുക്ക് കുറച്ച് മതി നൃത്തം. അനിത്യം അസുഖം ലോകം ഇമം പ്രാപ്യ ഭജസ്വമാം. കൃഷ്ണന്റെ ഈ അരവാക്ക് വേറെ പോരെ. കൃഷ്ണ എന്ന് പറയുന്ന ഭക്തന്മാര് ഗുരുവായൂരപ്പൻ പറഞ്ഞിട്ടുണ്ട്, അനിത്യം അസുഖം ലോകം. ഇവിടെയുള്ളതൊക്കെ മാറണതാ, ഉടയണതാ, 4 നാൾ നിലനിൽക്കുന്നതാ. അതിൻ്റെ പിന്നാലെ പോയാൽ അവസാനം ദുഃഖിക്കേണ്ടി വരും, കണ്ണീരും കയ്യായി കഴിയേണ്ടി വരും. അതുകൊണ്ടോ അതിൻ്റെ പുറകെ പോരുതേ, നിത്യത്തെ അന്വേഷിക്കൂ. അസുഖമാണ്, സുഖമല്ല, ദുഃഖാണ്. അങ്ങനെയാണെങ്കിൽ നിത്യവും സുഖസ്വരൂപൻ ആരാ? ഞാനാ. ഇപ്പം പറഞ്ഞില്ലേ, സുഹൃത്താ ഭഗവാൻ ഇവിടെ ഉണ്ട് സുഹൃത്തായിട്ട്. അതാണ് ശ്രദ്ധ. അപ്പം എന്തായി? രതി. അപ്പം നമ്മൾ ആത്മാർത്ഥമായി സന്തോഷത്തോടുകൂടി നമ്മുടെ ഇൻവോൾവ്മെൻറ്റോടുകൂടി ആയിരിക്കും പിന്നെ നമ്മൾ ചെയ്യുന്ന എല്ലാം. ഏത് പ്രവൃത്തി ചെയ്യേണ്ടതും ആരെയും ബോധിപ്പിക്കാനാവില്ല. പിന്നെയോ എൻ്റെ മനസ്സാക്ഷിയായിരിക്കുന്ന ഭഗവാനെ മാത്രമേ എനിക്ക് ബോധിപ്പിക്കണ്ടൂ. വേറെ ആരുടെ അവാർഡൊന്നും എനിക്ക് ആവശ്യമില്ല. ഭഗവാന്റെ അവാർഡാ. അതിന് തെളിവെന്താ? ഉള്ളിൽ നിതാന്ത ശാന്തി, സംതൃപ്തി, ധന്യത അനുഭവപ്പെടുന്നു. അത് തന്നെയാണ് തെളിവ്. രതി. നമ്മളെ റെവൽ ചെയ്യും, നമ്മളെ എൻജോയ് ചെയ്യും. ചെയ്യുന്ന ഏതൊരു പ്രസംഗിക്കായാലും ശരി, വായിക്കായാലും ശരി, ജോലി എടുക്കുകയായാലും ശരി, ഏത് പണിയെടുക്കുകയായാലും എന്താ ഭഗവാന്റെ പണിയാണേ. മടുപ്പില്ല, മുറപ്പില്ല. ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കുടുംബത്തിന് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി, ഭർത്താവിന് വേണ്ടി, അച്ഛന് വേണ്ടി, അമ്മയ്ക്ക് വേണ്ടി, നാട്ടാർക്ക് വേണ്ടി, ഓർഗനൈസേഷന് വേണ്ടിയൊക്കെ പ്രവർത്തിച്ചു. എന്നിട്ടോ എത്ര പേർക്ക് അതിൽ സംതൃപ്തിയുണ്ട്? ഐ ഹാവ് ഡൺ മൈ ബെസ്റ്റ്. ഇത്രയൊക്കെ ചെയ്തിട്ടേ ഇന്നിപ്പം മക്കൾ നോക്കണില്ല, അവർ നോക്കണില്ല, എന്നെ ആരും ഇല്ലാണ്ടാക്കി, അല്ലെങ്കിൽ ഓർഗനൈസേഷൻ എന്നെ പുറത്താക്കി, എന്നെ പ്രസിഡന്റ് അല്ലാണ്ടാക്കി, സെക്രട്ടറി അല്ലാണ്ടാക്കി, അല്ലേ? പരാതിയാണ് അധികം ആൾക്കാർക്കും. നിങ്ങൾ സ്വയം ആലോചിച്ച് നോക്കൂ. ഇതൊക്കെ നിങ്ങൾ എവിടെ നിങ്ങൾ ഓർഗനൈസേഷനോട് ബന്ധപ്പെട്ടവർക്ക് വേഗം മനസ്സിലാവും. അല്ല, കുടുംബജീവിതത്തിൽ എല്ലാവർക്കും വേഗം അതിനേക്കാൾ മനസ്സിലാവും, അല്ലേ? ഇത്രയൊക്കെ ഞാൻ സ്നേഹിച്ചിട്ട്, ഇത്രയൊക്കെ ഞാൻ ചെയ്തിട്ട്, എന്നിട്ട്
എന്നിട്ട് ഇപ്പം എനിക്ക് ഇങ്ങനെയല്ലേന്ന്. അതായത് അത് തൃപ്തല്ലാന്നർത്ഥം, തൃപ്തിയായില്ലേന്നർത്ഥം, സന്തോഷമില്ലാന്നർത്ഥം. ഭാവന മാറി, കാഴ്ചപ്പാട് മാറിയില്ലേ, അതാ കുഴപ്പേ. ഇതേ ഈ ഭാവത്തോടുകൂടി, ഭഗവത് ഭാവത്തോടുകൂടി ചെയ്തിരുന്നെങ്കിലോ രതി ഉണ്ടാവും. അപ്പോഴോ ഭക്തിരനുക്രമിഷ്യതി, ഭക്തി വരും. അപ്പോഴേ ഭക്തി വരുള്ളൂ. അതുകൊണ്ട് പറയണു ഈ സത്സംഗം മുഖ്യോപായം കുട്ടികളെ. പക്ഷെ എന്നിട്ട് ഋഷഭദേവൻ പറയണു, എന്തിനാ ഞാനിപ്പോൾ ഇത് പറയണത്? ഇങ്ങനെയാണ് എല്ലാവരും ജീവിക്കണമെങ്കിൽ പിന്നെ ഒരു ഗുരുനാഥന്റെ സജ്ജനങ്ങളുടെ അത് പോകേണ്ട ആവശ്യമില്ല, ഉപദേശത്തിന്റെ ആവശ്യമില്ല. ഉണ്ടോ? പ്രമത്ത നൂനം. തീർച്ചയായിട്ടും ഈ അവിവേകികളായ ആളുകള് എങ്ങനെയാ പ്രവർത്തിക്കണത്? കുരുതേ വികർമ്മ, വീണ്ടും വീണ്ടും ഭാരം, കഷ്ടം, ക്ലേശം, ദുരിതമുണ്ടാകുന്ന രീതിയിലാണ് അത്രേ കർമ്മകോലാഹലങ്ങൾ മുഴുകുന്നത്. റൈറ്റ് ആറ്റിറ്റ്യൂഡ് കൂടിയിട്ടല്ല അത്രേ കർമ്മം ചെയ്യുന്നത്. വിപരീത കർമ്മങ്ങൾ ചെയ്യുന്നു, പാപകർമ്മങ്ങൾ ചെയ്യുന്നു, നിഷിദ്ധ കർമ്മങ്ങൾ ചെയ്യുന്നു, അധർമ്മ പ്രവൃത്തികളിൽ ഏർപ്പെടുന്നു. അധർമ്മ പ്രവൃത്തികളുടെ ഫലമാണ് പ്രതികൂലമായ സാഹചര്യം ജീവിതത്തിൽ ഉണ്ടായിട്ട് ദുഃഖിക്കാൻ ഇടവരുന്നത്. എന്താ അവർ ചെയ്യുന്നത്? വേണ്ടതെന്താ? ഈ പഞ്ചേന്ദ്രിയ വിഷയങ്ങളെ നിന്ന് ശ്രദ്ധയെ പിൻവലിച്ച് സദാ നമ്മുടെ ഉള്ളിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ആത്മസ്വരൂപനായ ഭഗവാന്റെ ചിന്തനത്തിൽ നിരന്തരം മനസ്സിനെ ഏർപ്പെടുത്താൻ സാധിക്കുക. സദാസമയം 24 മണിക്കൂർ സാധിക്കില്ല, പക്ഷേ സാധിക്കുന്നിടത്തോളം ചെയ്യുക. അല്ലെങ്കിലോ ആ സ്മരണയോടുകൂടി അവനാണ് ഇവൻ എന്ന് മനസ്സിലാക്കി, അവൻ്റെ ആരാധനയാണ് ഇവർക്കൊക്കെ വേണ്ടി ചെയ്യുന്ന പ്രവൃത്തികളെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തൻ്റെ കർമ്മങ്ങൾ മുഴുവൻ ആ ഭഗവത് ആരാധനാരൂപേണ അനുഷ്ഠിക്കുക. അപ്പോൾ ചിത്തം തെളിയും. എത്രത്തോളം ആ ചിത്തം ശുദ്ധമാവുമോ അത്രത്തോളം ഈ ചിന്തനത്തിൽ മനസ്സ് കൂടുതൽ ഏർപ്പെടും ആഴത്തിൽ. ഇത് പരസ്പര പൂരകമാണ്. പക്ഷെ അങ്ങനെയല്ല അവിവേകികൾ ചെയ്യണത്. പിന്നെയോ സുഖം വേണമെന്ന് എല്ലാവർക്കും മോഹമുണ്ട്, ശാന്തി കിട്ടണമെന്ന് എല്ലാവർക്കും മോഹമുണ്ട്. അതിനെന്താ? കുറുക്കുവഴിയാ അല്ലേ? കുട്ടികൾ വീട്ടിൽ നല്ല സ്വാദിഷ്ടമായ ആഹാരം സ്നേഹത്തോടുകൂടി അമ്മ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ സ്വാദില്ല. അമ്മ കഷ്ടപ്പെട്ട് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ എന്നില്ല വേണ്ടോ, ആ റോഡിൻ്റെ പക്കത്ത് പോയിട്ടേ ആ ജങ്ക് ഫുഡ് മേടിച്ച് കഴിക്കുക. അതിനത്ര അവരുടെ സ്വാദ്. എന്നിട്ടോ കേട് വരുത്തുക, വയറ് കേട് വരുത്തുക അല്ലേ? ഇതുപോലെ ഇപ്പം നമ്മളെ ഇത് ഇന്ദ്രിയ പ്രീതയ ആവൃണോതി. എന്താ ചെയ്യണം നമ്മൾ? ആളുകൾ എന്ത് ചെയ്യണു? ആളുകൾ എന്തിനാ, നമ്മൾ തന്നെ എന്നൊക്കെ പറഞ്ഞിട്ടും എന്താ ചെയ്യണേ? വീണ്ടും ആ സുഖര്യം, ഈ സുഖം, ആ ഇന്ദ്രിയങ്ങളെ ലാളിക്കുന്ന വിഷയങ്ങൾ വേണം. ഇന്ദ്രിയങ്ങളെ പ്രീണിപ്പിക്കണം, സന്തോഷിപ്പിക്കണം. അതിനുവേണ്ടി ഇന്ദ്രിയ വിഷയങ്ങളിൽ മുഴുകണു അത്രയും അർത്ഥം. അപ്പോൾ കുഴപ്പമുണ്ട്. നിങ്ങൾക്ക് എന്താ അസൂയാന്നാ അപ്പോൾ ഒരാൾ ചോദിച്ചു. സ്വാമിമാർക്ക് അല്ലെങ്കിൽ അസൂയ, ഞങ്ങൾ ഇങ്ങനെ നല്ലോണം ജീവിക്കണം ഇട്ടിട്ട്. ഒന്നുമല്ല. നിങ്ങൾക്ക് വേണ്ടാന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ആയിക്കൂടെയെന്ന്. ഞങ്ങൾ നല്ലൊരു ഐസ്ക്രീം കഴിച്ചു, നിങ്ങൾക്ക് എന്താ ഇപ്പം ഛേദം? ഐസ്ക്രീം കഴിച്ചോളൂ, കുഴപ്പമില്ല. ആ ഐസ്ക്രീം നാവിന്ന് ഇറങ്ങണ വരെയുള്ളൂ ആ സുഖം. ഇത് ഇവിടെ വച്ചുകൊണ്ടിരിക്കുമ്പോണ്ട് കഴിഞ്ഞാൽ കഴിച്ചു. നൈമിഷികാർത്തിയത് തൽക്കാലികമാണെന്നർത്ഥം. പക്ഷെ അതിൻ്റെ തകരാറെന്താ? താൽക്കാലികമായി സിനിമ കാണുമ്പോഴോ, നിങ്ങൾക്ക് പ്രിയപ്പെട്ട വസ്തുക്കളെ കിട്ടുമ്പോഴോ, ആളുകളെ കാണുമ്പോഴോ, അനുഭവിക്കുമ്പോഴോ തൽക്കാലത്തേക്ക് മനസ്സിന് ഒരു രസം എന്ന് പറയാൻ പറ്റുമോ? ഒരു ജോയ് ഇല്ല എന്ന് പറയാൻ പറ്റുമോ? ശരിക്കും പറഞ്ഞാൽ അതിന് വാക്കതാണ് ജോയ് എന്നാണ്. ജോയ് ഉണ്ടോ? സോറോ ഉണ്ട്. സെൻസറി ലെവലിലുള്ള ആ സാറ്റിസ്ഫാക്ഷൻ, സെൻസറി ടിക്ലിംഗ് എന്നൊക്കെയാണ് അതിന് ഇംഗ്ലീഷിൽ പറയുക. അതിന് പേര് ജോയ്. ജോയ് ഉണ്ടോ? ഓപ്പോസിറ്റ് സോറോ ഉടനെ വരും അല്ലേ? ഇത് കഴിച്ചാൽ സുഖത ക്രിയതേ രാമാഭോഗ പശ്ചാത്തന്ത ശരീരേ രോഗ. ആചാര്യസ്വാമികൾ അല്ലേ? അടിപൊളി. കുറച്ച് ഇപ്പം അടി ഉണ്ടാവില്ല, ബേസ് ഉണ്ടാവില്ല മാത്രം. അടിപൊളി ജീവിതം എല്ലാവർക്കും വേണ്ടത്. ശരിക്കും അടിപൊളി ജീവിതം നയിക്കുന്നത് ആത്മജ്ഞാനികളാട്ടോ, ഭഗവാനിൽ മനസ്സുറച്ചവരാട്ടോ. ഇന്ദ്രിയപ്രീതയോ ആവൃണോതി. വിഷയഭോഗങ്ങളെ കൊണ്ടെന്തായി? ഭോഗേ രോഗഭയം. കുറച്ച് കഴിയുമ്പോൾ ഭോഗം രോഗത്തെ സമ്മാനിക്കും. കാണുന്നുണ്ട് സമൂഹത്തിൽ നമ്മൾ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാവും. ടൂ മച്ച് ഭോഗങ്ങളിൽ മുഴിയാൽ കുറെ കഴിയുന്ന സമയത്ത് പിന്നെ ഭോഗങ്ങൾ അനുഭവിക്കാൻ കഴിവില്ലാണ്ടാവും. സർവേന്ദ്രിയാണാം ജരയന്തി തേജഹാന്ന് യമധർമ്മ മഹാരാജാവ്. യമധർമ്മ മഹാരാജാവ് ഭോഗങ്ങൾ നീട്ടിയ സമയത്ത് ആ ഉണ്ണി ശിഷ്യൻ നചികേതസ് പറയാ, അങ്ങ് തരണ ഈ ഭോഗങ്ങൾ സർവേന്ദ്രിയാണാം ജരയന്തി, ഇന്ദ്രിയങ്ങളെയൊക്കെ തേയ്മാനം വരുത്തും. അതിൻ്റെ വൈറ്റാലിറ്റി, അതിൻ്റെ ഓജസ്, തേജസ്, ആ അനുഭവിക്കാനുള്ള കഴിവൊക്കെ നഷ്ടപ്പെടും. അപ്പോഴോ അത് അനുഭവിക്കും അല്ലേ? പല്ലൊക്കെ പോയി, അപ്പോഴാ മാംസം കഴിക്കണം എന്നാ മുത്തശ്ശിയുടെ മോഹം. ചെറിയ മോഹമൊന്നുമല്ല, കടിക്കാൻ പറ്റില്ല, നല്ല മുറുക്ക് കഴിക്കണം. അമ്മയമ്മന്ന് വെച്ച് പൊടിച്ചിട്ടേ നീ ഇതാ പോയിട്ടില്ലേ മോഹം നർത്തം ഇല്ലേ? എന്നിട്ടും ഇല്ലല്ലോ മോഹം പോണില്ലല്ലോ. ഇന്ദ്രിയങ്ങളൊക്കെ തേയ്മാനം വന്നു, എന്നാലും മോഹം പോണില്ല നർത്തം. എന്തേ കാര്യം? ഭഗവാൻ പറയണു,
ഈ വിഷയങ്ങൾ അനുഭവിക്കൊണ്ട് എന്താ കുഴപ്പം? അസൂയ കൊണ്ട് പറയല്ല, ഇത് അനുഭവിക്കുമ്പോൾ നമ്മളറിയാതെ ആ വിഷയങ്ങൾ നമ്മുടെ അകത്തേക്ക് കിടക്കുന്ന പറയാം. വിഷയങ്ങൾ നമ്മുടെ ഉള്ളിൽ കയറും. എങ്ങനെ? അതിൻ്റെ സംസ്കാര രൂപത്തിൽ, വാസനാരൂപത്തിൽ അതിൻ്റെ ഒരു ഓർമ്മ നമ്മുടെ ഉള്ളിൽ ഇട്ടേച്ച് പോകുന്നർത്ഥം അല്ലേ? കമ്പ്യൂട്ടറിലൊക്കെ നമ്മൾ അല്ലെങ്കിൽ മൊബൈലിൽ സേവ് ദ നമ്പർ, സേവ് ഒക്കെ സേവ് ചെയ്തു, അവിടെ സേവ് ചെയ്തു എന്നർത്ഥം. പിന്നെ ഡിലീറ്റ് കളയാൻ എളുപ്പമല്ല. മനസ്സിലായില്ലേ? ഇത് ഓരോന്നും ഇങ്ങനെ കയറി വന്നുകൊണ്ടിരിക്കുന്ന അർത്ഥം ഒക്കെ ഉള്ളിൽ കയറി കൂടി. ഓരോ ഭോഗവും ഓരോ വാസനയെ സമ്മാനിക്കും. ഭോഗം കൊണ്ട് തൽക്കാലത്തേക്കുള്ള സുഖം ഉണ്ടാവും, പക്ഷേ വീണ്ടും ആ വാസന അവനെ വേട്ടയാടും. അതുകൊണ്ട് ന സാധുമന്യേ, ഇത് ശരിയായ വഴിയാണെന്ന് എനിക്ക് അഭിപ്രായമില്ല എന്നർത്ഥം. ഇതല്ല ശരി എന്നാ പറഞ്ഞത്. അസന്നവിക്ലേശത, പിന്നെ ഇത് കിട്ടാനുള്ള പണി എളുപ്പമാണ്. എത്രയാ ക്ലേശം! ഇൻവെസ്റ്റ്മെന്റിനുള്ള പലിശ കിട്ടുന്നുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇത്രയൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇത്രേ ഉള്ളൂ ക്ലേശം. ഏതുവരെ? എന്തുകൊണ്ടതൊക്കെ? യാവന്ന ജിജ്ഞാസത ആത്മതത്വം. ആത്മതത്വത്തെ അറിയാത്തത് കൊണ്ടാ, സത്യവസ്തുവിനെ അറിയാത്തത് കൊണ്ടാ, എവിടെയാണ് ശാശ്വതമായ ശാന്തി, സുഖം, സമാധാനം, അതിൻ്റെ ഉറവിടം ഏതാണെന്ന് അറിയാത്തത് കൊണ്ടാ. ആ സത്യത്തിലേക്ക്, ആ ഈശ്വരനിലേക്ക് ഏതുവരെ മനസ്സ് തിരിയുന്നില്ലയോ, ആ ഭഗവത് ഭക്തിയിലൂടെ ഈശ്വരാർപ്പിതമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കാതിരിക്കുന്നുവോ, എത്രത്തോളം തത്വചിന്തനത്തിന് താല്പര്യം ഉതകുന്നില്ലയോ, എത്രത്തോളം മഹത്തായ ലക്ഷ്യത്തെക്കുറിച്ച് ഒരു ബുദ്ധിപരമായിട്ടെങ്കിലും ഒരു അറിവ് ഒരാൾക്ക് സംഭവിക്കുന്നില്ലയോ, അതുവരെ ഇത് തന്നെ യാവത് ക്രിയ. അതിന് സുഖത്തിന് വേണ്ടി കർമ്മങ്ങൾ അനുഷ്ഠിക്കുക, ഭോഗങ്ങൾ അനുഭവിക്കുക, അതിൻ്റെ ഫലമായിട്ടോ വീണ്ടും വീണ്ടും വാസനകളെ ആർജിക്കുക. താവതിതം മനോവൈ. എത്ര കാലം ഈ കർമ്മവും ഭോഗവും ഉണ്ടോ അത്രയും കാലം നമ്മുടെ മനസ്സിൽ ഈ വാസനകൾ ശക്തമായി വേരൂന്നും. ആ വാസനകൾ ആ മനസ്സിനെ അഥവാ സൂക്ഷ്മ ശരീരത്തെ അഥവാ അന്ധക്കരണത്തെ ശക്തമാക്കും. കർമാത്മകം യേന ശരീരബന്ധ. അവസാനം കാണാനും കേൾക്കാനും ഒക്കെ വയ്യാണ്ടായിട്ട് ചത്തു ഈ ശരീരം പോകും. സ്ഥൂല ശരീരേ മരിക്കുന്നുള്ളൂ കേട്ടോ, സ്ഥൂല ശരീരേ പോകുന്നുള്ളൂ. ഈ സൂക്ഷ്മ ശരീരത്തിൽ അഭിമാനിച്ചു കൊണ്ടിരിക്കുന്ന ജീവൻ ഈ സൂക്ഷ്മ ശരീരമാകുന്ന മനസ്സിൽ ആർജിച്ച ഈ സംസ്കാരം കൊണ്ട് ഈ വാസനകൾ അനുഭവിച്ച് തീർക്കാൻ പറ്റിയ പുതിയ ഒരു ശരീരം എടുക്കും. ഏന ശരീരബന്ധ. ഇതപ്പം ഉണ്ടാവണതേ ഈ വാസനകളെ കൊണ്ടാ ജന്മം. എന്താ ഇപ്പൊ ദുഃഖം ഉണ്ടാവാൻ കാരണം? ദുഃഖമെടുത്തതിനെന്തേ മൂലം കൃഷ്ണ, ദുഃഖമെടുത്തതു ജന്മമൂലം. ജനിച്ചോണ്ടല്ലേ. എന്നാ എന്തിനാ ജനിച്ചേ? ജനിക്കാണ്ടിരുന്നോണ്ടായിരുന്നു. പക്ഷേ ചോയ്സ് ഇല്ലല്ലോ. ഞാൻ ഇവിടെ ജനിച്ചതിനാ അവിടെ ജനിച്ചിരുന്നെങ്കിൽ, ഇയാളുടെ ഭാര്യ ആയിരുന്നതിനാ അയാളുടെ ഭാര്യ ആയിരുന്നെങ്കിൽ, ഇയാളുടെ ഈ വീട്ടിൽ അത് കോടീശ്വരനാ ഒരു മക്കളുമില്ല, എന്നാൽ ഞാൻ അയാളുടെ മകനായിരുന്നെങ്കിലോ? ആയില്ലല്ലോ. ജന്മമെടുത്തതിനെന്തേ മൂലം കൃഷ്ണ, ജന്മമെടുത്തതു കർമ്മമൂലം. കർമ്മവാസന കൊണ്ടാ. അപ്പൊ ഇത് പെരുപ്പിക്കല്ല വേണ്ടത്, ക്ഷയിപ്പിക്കാൻ ഉതകുന്ന ജീവിതമാണ് നയിക്കേണ്ടത് എന്നർത്ഥം. അതാണ് അധ്യാത്മ ജീവിതം എന്ന് പറയുന്നത്. ലോകത്തുനിന്ന് ഓടിപ്പോയിട്ടല്ല, ഈ ലോകത്തിലിരുന്നു കൊണ്ട്. ഇപ്പൊ എന്താ ഋഷഭദേവൻ പറഞ്ഞത്? ഈ ഭോഗങ്ങളല്ല വേണ്ടതെന്ന്. കാരണം അത് വീണ്ടും വീണ്ടും വാസനകളെ ആർജിക്കും, വാസനകൾ വീണ്ടും വീണ്ടും ജന്മങ്ങൾക്ക് കാരണമാക്കും, ജന്മങ്ങളെ കൊണ്ട് കർമ്മങ്ങളും, കർമ്മങ്ങളെ കൊണ്ട് ജന്മങ്ങളും വർദ്ധിച്ചു 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 വരും. ഒരു വിത്ത് കുഴിച്ചിട്ടാൽ അതിൽ ഒരു ചെടി, ആ ഒരു ചെടിയിൽ നിന്ന് ഒരു വിത്തേ ഉണ്ടാവുള്ളൂ. പിന്നെ ആണോ? അതിൽ നിന്ന് എത്രയോ ചെടി ഉണ്ടാവും. ഇതുപോലെയാ, ഒരു ജന്മം എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് എത്രയോ ജന്മങ്ങൾക്കുള്ള കർമ്മ വാസനകളാവുന്ന വിത്തുകളെ ആർജിച്ചിട്ടാണത്രേ ആ ചെടി ഉണങ്ങിപ്പോകുന്ന പോലെ ഈ ശരീരം വീണു പോകുന്നത്. ആലോചിക്കൂ. അപ്പൊ എത്ര കരുതലോടുകൂടിയാണ് നമ്മൾ ജീവിക്കാൻ. പഴയ വാസനകൾ തീർന്നു കിട്ടണം, പുതിയ വാസനകൾ ഉണ്ടാവാണ്ടിരിക്കണം. അതിനുള്ള ഉപായമാണ് സ്മരണയോടുകൂടി ഭഗവതാരാധനാരൂപേണ അനുഷ്ഠിക്കപ്പെടുന്ന കർമ്മം. കർമ്മയോഗം എന്ന് അതിന് പറഞ്ഞു. ഏവം മന കർമ്മവശം പ്രയുക്തേ അവിദ്യ ആത്മനി ഉപദീയമാനേ. എത്ര കാലം വരെ ഈ കർമ്മവാസനകളും ഈ അജ്ഞാനവും, നമ്മുടെ സ്വരൂപത്തിന്റെ വിസ്മൃതിയാകുന്ന അജ്ഞാനവും, ഈ ആത്മസ്വരൂപമാണ് തൻ്റെതെന്നും ആ സാക്ഷാത്കാരമാണ് ലക്ഷ്യമെന്നുള്ളത് മറന്നുകൊണ്ട്, ഈ ശരീരാദികളിൽ അഭിമാനിച്ചുകൊണ്ട്, ഈ വിഷയഭോഗങ്ങൾക്കുള്ള ഇച്ഛ പ്രേരിപ്പിച്ചിട്ട് കർമ്മം ചെയ്ത് കർമ്മവാസനകളെ ആർജിച്ചുകൊണ്ടിരിക്കുന്നതോ അത്രയും കാലം ഈ ജീവൻ ഇവിടെ കിടന്ന് കറങ്ങൽ തന്നെ. ന മുച്യതേ ദേഹയോഗേന. ദേഹയോഗത്തിൽ ദേഹസ്വീകാരത്തിന് മോചനമില്ല എന്നർത്ഥം. അവശ പ്രകൃതിർവശാത്, അവശരാണെന്നർത്ഥം. എന്തായി ഇനി പോവായി ഉപായം? പ്രീതിർന്നയാവന്മയി വാസുദേവേ. ഇപ്പൊ പറഞ്ഞു, വാസുദേവേ ഭഗവതി ഭക്തിയോഗ പ്രയോജിത ജരയത്യാശുയാഘോഷം നികീർണമനലോ യഥാ. കപില ഭഗവാൻ
സർവഭൂതാത്മാവായി സർവഭൂത സുഹൃത്തായിരിക്കുന്ന സച്ചിദാനന്ദമൂർത്തിയായ സർവേശ്വരന്റെ പാതാരവിന്ദങ്ങളിൽ പ്രേമം വളർന്നാൽ, ഭക്തി വളർന്നാൽ ഈ വാസനകൾ നികീർണ മനലോയഥ ഒരു മലയോളമുള്ള വിറകിനെ ഈ കുറച്ച് തീ അടി കൊണ്ടിട്ടാൽ അത് കത്തിച്ച് ചാമ്പലാക്കണ പോലെ ഈ വിഷയവാസനകളെ മുഴുവൻ നശിപ്പിക്കും അത്രയെന്നർത്ഥം. അതുകൊണ്ട് അതാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഭഗവാന്റെ പറയണു, പുത്രാംശ ശിഷ്യാംശ നിരുപോർ ഗുരുർവ. മാതാപിതാക്കന്മാരെ മക്കളെ, ഗുരുനാഥന്മാരെ ശിഷ്യന്മാരെ, ഭരണാധികാരികള് ഭരണീയരെ, തൻ്റെ പ്രജകളെ, ഗുരുക്കന്മാരെ ശിഷ്യന്മാരെ, ഭഗവാന്റെ അനുഗ്രഹവും ഭഗവത് പ്രാപ്തിയും ആഗ്രഹിക്കുന്നവരൊക്കെ തൻ്റെ ആശ്രിതരെയും ബന്ധുക്കളെയും കോപിക്കാതെ ശാന്ത മനസ്സോടുകൂടി നല്ല വാക്ക് പറഞ്ഞ് അവരെ ഈ സംസാരമോചനത്തിനുള്ള മാർഗം പറഞ്ഞു കൊടുക്കണം. വീണ്ടും വീണ്ടും അന്തകൻ്റെ കരാളമായ വക്ത്രത്തിൽ കയറിപ്പോവാൻ അനുവദിക്കരുത്, പ്രേരിപ്പിക്കരുത്. അതൊന്നും പുറത്തേക്ക് കടക്കാനാണ് മോചിപ്പിക്കേണ്ടത്. അത്രയർത്ഥം. അജ്ഞാനത്തിൽ നിന്നും സംസാരത്തിൽ നിന്നും മോചിപ്പിക്കാൻ പരിശ്രമിക്കണം. അല്ല, പൊതുവെ ആൾക്കാർ കർമ്മമൂഢന്മാരാണ്. ഇതാണ് ലക്ഷ്യം, ഇതാണ് ജീവിതം, ഇതുകൊണ്ടാണൊക്കെ കിട്ടുകയെന്ന് വിചാരിച്ച് കഴിയുന്നവരാ. ഭഗവാൻ പറയണു, ലോക സ്വയം ശ്രേയസ് നഷ്ടദൃഷ്ടിന്ന്. പൊതുവെ ആൾക്കാരൊക്കെ കണ്ണില്ലാത്തവരത്രേ. എന്താ സ്വാമി ഇങ്ങനെ പറയണേ? ഈ കണ്ണില്ല എന്നല്ല പറഞ്ഞേ, ശ്രുതി സ്മൃതി ഉഭയനേത്രേ. രണ്ട് കണ്ണ് എന്ന് പറഞ്ഞാൽ ഈ കണ്ണല്ല, ശാസ്ത്രത്തിൻ്റെ കണ്ണാ, ശ്രുതികളും സ്മൃതികളും. അപ്പം ഇതൊന്നും പഠിച്ചിട്ടില്ലാത്ത ആൾക്കാർ പൊതുവെ അന്ധന്മാരാ അല്ലേ? പൊതുവെ ബാഹ്യലോകത്തെ കാണാനുള്ള കഴിവുണ്ട്, പക്ഷേ ശ്രേയസ് എന്താ, തനിക്ക് എന്തുകൊണ്ടാണ് ശാശ്വതമായ സുഖസമാധാനങ്ങൾ ഉണ്ടാവുക, തൻ്റെ ജീവിതം ധന്യമാകുക എന്ന കാര്യത്തിൽ വിവരമില്ലാത്തവരാ, അവരെയാണ് അന്ധന്മാരെന്ന് പറഞ്ഞത്. അങ്ങനെയുള്ള അന്ധന്മാരാണ് ഈ ലോകത്തിലധികവും. അങ്ങനെയുള്ള അന്ധന്മാർ, ഒരു അന്ധം കണ്ണുപൊട്ടൻ ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരു കുഴിയിൽ വീഴാൻ പോകണമെന്നിരിക്കട്ടെ, അന്ധം കുഴിയിൽ വീഴില്ല, അത് വേറെ കാര്യം. കണ്ണുള്ളവരാ പോയി കുഴിയിൽ വീഴുക, കാല് പോയി കല്ലുമ തട്ടുക. കണ്ണില്ലാത്തവന് അപകടം പറ്റില്ല, അവന് ഒരു സിക്സ്ത് സെൻസ് ഉണ്ട്. അട്ടെ, എങ്കിൽ നമ്മൾ പറയില്ലേ അന്ധനെ പിടിച്ച് കുഴിയിൽ തള്ളിയിടരുതെന്ന്. അപ്പോൾ ഒരാൾ അന്ധനായിട്ട് ഇങ്ങനെ ആൾ പോണ സമയത്ത് അയാൾ നേരെ വഴിയില്ല, പോയിട്ട് ഒരു വഴിയിലേക്ക് മറിഞ്ഞു വീഴാൻ പോവുകയാണ്, കുഴിയിൽ വീഴാൻ പോവുകയാണെങ്കിൽ കണ്ണ് കാണുന്ന ഒരാൾ അയാളോട് ഇത്രയും കാരുണ്യം സ്നേഹം ഉണ്ടെങ്കിൽ എന്താ പറയേണ്ടത്? അതല്ല, അതിലേ പോകണ്ട കേട്ടോ, ഇതിലേ പോകോളൂ കേട്ടോ, ഇതാ നല്ല വഴി എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് പറഞ്ഞു കൊടുക്കല്ലേ വേണ്ടത്. അപ്പോൾ സ്വന്തം ശ്രേയസ് എന്താണ്, ജീവിതത്തിൽ ധന്യതയും കൃതാർത്ഥതയും കൈവരിക്കാൻ എന്താണ്? എനിക്ക് ഇഷ്ടം പോലെ കാശുണ്ട്, വീടുണ്ട്, ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, കുട്ടികളുണ്ട്, പേരുണ്ട്, പ്രശസ്തിയുണ്ട്, ലോകത്തിൽ എനിക്ക് ഇല്ലാത്തതൊന്നുമില്ല. എന്നിട്ടും ഇതൊരു ക്വസ്റ്റ്യൻ മാർക്ക്. ഇതൊക്കെ എന്തിനാപ്പാ ഞാൻ ഉണ്ടാക്കിയപ്പാ ഗുരുവായൂരപ്പ? സമാധാനമില്ല, ശാന്തിയില്ല, ഉറക്കം വരില്ല, വൈകുന്നേരമാകുമ്പോൾ കള്ളു കുടിക്കണം, അല്ലെങ്കിൽ മയക്കുമരുന്ന് കഴിക്കണം, അല്ലെങ്കിൽ ലഹരിയുടെ പിന്നാലെ പോകണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വഴി തേടണം. എന്തായാലും മനസ്സിന് സ്വസ്ഥതയില്ല. എന്താ ഞാൻ ഇപ്പോൾ ചെയ്യേണ്ടത്? ഇവരൊക്കെ അന്തന്മാരാ. അവരെന്ത് ചെയ്യണം? വീണ്ടും ഇതൊക്കെ തന്നെ ചെയ്തോട്ടെന്ന് പറയുകയാണോ വേണ്ടത്? അല്ലേ? കണ്ണുള്ളവരെന്ത് ചെയ്യണം? ഇതൊക്കെ മനസ്സിലാക്കിയ ആൾക്കാരെന്ത് ചെയ്യണം? അവരെ നേരായ വഴിക്ക് നടത്തണം. അതാണ് വാസ്തവത്തിൽ ചെയ്യേണ്ടത്. അല്ലാതെ മതമത്സരങ്ങളോടുകൂടി അന്യോന്യ വൈര, ഇത്തിരി സുഖലേശഹേതോഹ്, ഇത്തിരി പണത്തിന് വേണ്ടി, ഒരു അംഗീകാരത്തിന് വേണ്ടി, ഒരു പൊസിഷൻ കിട്ടാൻ വേണ്ടി, ഒരു MLA ആവാൻ വേണ്ടി, ഒരു മന്ത്രിയാവാൻ വേണ്ടി, ഒരു ലോക്കൽ പഞ്ചായത്ത് മെമ്പർ ആവാൻ വേണ്ടി, ഇങ്ങനെ തുടങ്ങിയിട്ട് എന്തിനൊക്കെയാ? ഒരു കസേര കിട്ടാൻ വേണ്ടി, അല്ലെങ്കിലോ ഒരു മാർക്കിന് വേണ്ടി. മത്സരബുദ്ധിയാ. മത്സരം എന്തിനാ? എല്ലാവരും ജീവിക്കാൻ അനുവദിക്കൂ. മത്സരബുദ്ധി വെച്ചുകൊണ്ട്, രാഗദ്വേഷങ്ങൾ വെച്ചുകൊണ്ട്, മതമത്സരങ്ങൾ വെച്ചുകൊണ്ട്, സുഖലേശഹേതോഹോ, അത് കിട്ടിയത്ര സുഖാവുന്ന വിചാരം. എന്നിട്ട് എന്ത് ചെയ്യണു? അനന്ത ദുഃഖം. ലേശസുഖത്തിന് വേണ്ടി പണിയെടുത്തിട്ട് അവസാനിക്കാത്ത ദുഃഖം അത്ര കിട്ടണത്. എന്നിട്ടോ ഇത് മനസ്സിലാക്കണ്ടോ? ഇപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ഇപ്പം എൻ്റെ ജീവിതത്തിൽ ഇത്രയും കാലം ഉണ്ടായതെന്ന്. എന്നാ വേദ അറിയണില്ല. ആര്? മൂഢ. ഇതറിയാത്തവരൊക്കെ മൂഢന്മാർ, അറിയണവർ മൂഢതയില്ലാത്തവർ. ഭഗവാൻ പറയണു, ആരാണോ സ്വന്തം ശ്രേയസ് എന്താണെന്ന് അറിയണത്, അങ്ങനെയുള്ള വിവേകികൾ, അല്പമെങ്കിലും ദയയുണ്ട്, കാരുണ്യമുണ്ട് ഈ സംസാരത്തിൽ കിടന്ന് കട്ടപ്പെടുന്ന ആ ജീവരാശികളോട് എങ്കിൽ, ആരാണവരെ വീണ്ടും വീണ്ടും അജ്ഞാന അന്ധകാരത്തിൽ തപ്പി നടക്കുന്ന ഈ കണ്ണുപൊട്ടന്മാരെ, വഴുതെറ്റി കുണ്ടിൽ ചാടാൻ തുടങ്ങുന്ന അവരെ വീണ്ടും വിഷയമാർഗത്തിലേക്ക്, ഭോഗജീവിതത്തിലേക്ക് കൈ പിടിച്ചിറക്കുക, അതിന് പ്രേരിപ്പിക്കുക. വിവേകികൾ ചെയ്യില്ല, ചെയ്യാൻ പാടില്ല എന്ന്. എന്നിട്ട് ഭഗവാൻ പറയണു, നമ്മുടെയൊക്കെ ഒരു ഉത്തരവാദിത്വം, നമ്മൾ നമ്മുടെ സ്വന്തം ആൾക്കാർക്ക് ഈ വഴി പറഞ്ഞു കൊടുക്കണം. അത്രേ, ശ്രേയോമാർഗം പറഞ്ഞു കൊടുക്കണം, മോക്ഷമാർഗം പറഞ്ഞു കൊടുക്കണം, സംസാര ദുഃഖങ്ങളിൽ മോചനം നേടാനുള്ള മാർഗം പറഞ്ഞു കൊടുക്കണം എന്നാണ്. അല്ലാത്തവരോ ഗുരുർണ സസ്യാൽ, അവർ ഗുരുവല്ല. ഗുരുവല്ല എന്ന് പറഞ്ഞാലോ ഗുരുവിൻ്റെ വേഷം കെട്ടാൻ പാടില്ല മറ്റുള്ളവരെ പറ്റിക്കാൻ വേണ്ടിയിട്ട്. വേറെ അല്ല ഗുരു, അജ്ഞാനത്തെ തീർച്ചു കൊടുക്കണവനോ ഗുരു. ഗുരുർണ സസ്യാൽ, അവർ ഗുരുവല്ല, ഗുരു ആവാനും പാടില്ല. സ്വജനോന സസ്യാൽ, അവരെൻ്റെ സ്വന്തം ആൾക്കാരാന്ന് നമ്മൾ പറയും. പക്ഷെ സ്വന്തം ആൾക്കാരെ നിങ്ങൾ സംസാര ദുഃഖങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള വഴി പറഞ്ഞു കൊടുക്കണ്ടോ? ഇല്ലെങ്കിലോ സ്വന്തക്കാരല്ല, നമ്മുടെ ശത്രുക്കളാ. പിതാന സസ്യാൽ ജനനീന സസ്യാൽ, ആരെയും വിട്ടില്ല ഭഗവാൻ.
അച്ഛൻ അച്ഛനല്ല, അമ്മ അമ്മയല്ല, ആ പദത്തിന് അർഹിക്കുന്നില്ല എന്ന്. അപ്പോൾ നമുക്ക് പലർക്കും വിഷമം തോന്നൂലേ, സ്വാമി ശരി കേട്ടോ, എൻ്റെ കുട്ടികൾക്ക് ഇതൊന്നും പറഞ്ഞു കൊടുക്കാൻ എനിക്ക് ആയില്ല, കാരണം ഇന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. സാരമില്ല, വേറെ 10 കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കൂ. പ്രായശ്ചിത്തം ചെയ്യൂ. എന്താ പ്രായശ്ചിത്തം? എൻ്റെ മക്കൾക്ക് ഇതൊന്നും പറഞ്ഞു കൊടുക്കാൻ എനിക്കായില്ല, അല്ലെങ്കിൽ എൻ്റെ മക്കളൊന്നും പറഞ്ഞു കൊടുത്താൽ ഇങ്ങോട്ട് വരുന്നില്ല, കേൾക്കാൻ വരുന്നില്ല. വേണ്ട, പറഞ്ഞാൽ കേൾക്കാൻ കഴിയുന്ന അടുത്തുള്ള കുട്ടികളെയൊക്കെ വിളിച്ചിട്ടേ ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കൂ. പ്രഹ്ലാദൻ പറഞ്ഞു കൊടുത്ത കഥകൾ അതൊക്കെ പറഞ്ഞു കൊടുക്കൂ. അതാണ് അതിനുള്ള പ്രായശ്ചിത്തം. പിതാന സസ്യാൽ വേറൊരർത്ഥം എന്താ? ഇതൊന്നും അറിയാതെ നമുക്ക് മക്കൾക്ക് ഇത് പറഞ്ഞു കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ അതറിയാതെ ആ വിദ്യ, ആ അറിവ് ആർജിക്കാതെ ഞാൻ അച്ഛനാവാനും അമ്മയാകാനും പാടില്ല, കല്യാണം കഴിച്ച് പിള്ളേരുണ്ടാവാൻ പാടില്ല എന്നർത്ഥം. ഉണ്ടായ ഉത്തരവാദിത്വം കൂടുതലാന്ന്. അവരെയൊക്കെ ശ്രേയോമാർഗത്തിലേക്ക് തിരിച്ചുവിടണം. ഇപ്പൊ ഋഷഭദേവൻ മക്കളെ ചെയ്യണ മാതിരി. പോരാ, പതിർണസസ്യാൽ ഭാര്യ തന്നെ വേളി വെച്ച് വന്നാൽ ഈശ്വരനാണല്ലോ പതി. ആ ഈശ്വരനാവുന്ന പതി ഭാര്യയെ സംസാരത്തിൽ നിന്ന് മോചിപ്പിക്കണം. അതിനുള്ള വഴി പറഞ്ഞു കൊടുക്കാം. കുട്ടി, സത്സംഗം വേണം കുട്ടി, ഇതാണ് ജീവിത ലക്ഷ്യം കേട്ടോ, ഭോഗമല്ല യോഗമാണ് ലക്ഷ്യം പറഞ്ഞു കൊടുക്കണം. നമോദയേൽ പോരാ, ദൈവം നസസ്യ, ആരെയും വിട്ടില്ല. ദൈവവും ഇല്ല അത്രേ. നിങ്ങളൊരു അമ്പലമൊക്കെ ഉണ്ടാക്കി അവിടെ പൂജയും വഴിപാടും ഒക്കെ ആയിട്ട് നിങ്ങൾ കുറെ കാലം നെയ്വിളക്കും എണ്ണവിളക്കും ഒക്കെ ആയിട്ട് അങ്ങനെ സേവിച്ചു. അപ്പോൾ ആ ദൈവത്തിന് തോന്നുക, എത്ര കാലമായി ഇവളെ എൻ്റെ അടുത്ത് വരണു, ഇങ്ങനെ എന്നെ ഭരിക്കണു, ശരി അവൾക്ക് ഉയരണം, ശ്രേയസ് അറിയണം. അപ്പം എന്ത് ചെയ്യും? ആ ദൈവം അവിടെ ചില ആൾക്കാരുടെ മനസ്സിൽ അവിടെ ഒരു സത്സംഗം നടത്താം, അവിടെ ഒരു ഗീതായജ്ഞം വയ്ക്കാം, അവിടെ ഒരു പ്രഭാഷണം വയ്ക്കാം, അവിടെ ഒരു ഭാഗവത സപ്താഹം വയ്ക്കാം എന്ന് തോന്നിപ്പിക്കും. മനസ്സിലായോ? അങ്ങനെയാണ് ദൈവം ഭക്തന്മാരെ അനുഗ്രഹിക്കണേ. നമോദയേൽ സമുപേത മൃത്യും, മൃത്യുസ്വരൂപമായ സംസാരത്തിൽ നിന്ന്, ദുഃഖാത്മകമായ ഈ ദുരിതം നിറഞ്ഞതായ ഈ അജ്ഞാനസ്വരൂപമായ ഈ സംസാര ദുഃഖത്തിൽ നിന്ന്, ജീവിതത്തിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്താത്തവർ അവരാരും ആ പേരിന് അർഹരല്ല എന്ന് പറഞ്ഞു. സാധന എന്താണ്? ഗുരുനാഥനിൽ നിഷ്കളങ്കമായ ഭക്തി ഉണ്ടാവണം. ഈശ്വരനാണ്, പ്രത്യക്ഷ ഈശ്വരൻ തന്നെയാണ് ആ ഗുരുനാഥൻ. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്ന ആള്. അതുപോലെ ദ്വന്ദ്വങ്ങൾ വരും ജീവിതത്തിൽ. നമ്മുടെ ജീവിതത്തിലെ ചെയ്ത പൂർവ്വ സൽക്കർമ്മത്തിൻ്റെ ഫലമായിട്ട് അനുകൂല സാഹചര്യങ്ങളും ദുഷ്കർമ്മത്തിൻ്റെ ഫലമായിട്ട് പ്രതികൂല സാഹചര്യങ്ങളും വരും. അതാണ് അനുകൂലവും പ്രതികൂലമായ അനുഭവങ്ങളെയാണ് ദ്വന്ദ്വം എന്ന് പറയുന്നത്, അഥവാ സുഖം ദുഃഖം. അതിൽ കിടന്ന് അസ്വസ്ഥനാവരുത്, സഹനശക്തി പരിശീലിക്കണം. ഭഗവാൻ പറയും, ആഗമാവായിന അനിത്യ താൻ തിരിച്ചസ് ഭാരത. ഈ സഹനശക്തി മനുഷ്യനുണ്ട്. അത് സഹിച്ചാൽ എന്താ ഗുണം? അവലാതിയും വേവലാതിയും പരാതിയുമില്ലാതെ സഹിച്ചാൽ അമൃതത്വമായ കൽപ്പന. അവനാണ് ഈ അമൃതത്വപ്രാപ്തി വച്ചിട്ടുള്ളതെന്ന്. അവനാണ് അതിന് യോഗ്യൻ. ഇരിക്കട്ടെ, എന്തായാലും അത് മനസ്സിലാക്കിയിട്ട് ക്ഷമിക്കണം. എന്താ ദുഃഖം വരുമ്പോൾ മനസ്സിലാക്കണം, അവരിവരും കാരണം എനിക്ക് ദുഃഖം വരില്ല. പിന്നെയോ എൻ്റെ ബാങ്ക് അക്കൗണ്ടിലെ പാപം അത്രയും ക്ഷയിച്ചു, അധർമ്മം അത്രയും ക്ഷയിച്ചു. ദുഃഖാനുഭവത്തിലൂടെ നമ്മുടെ പാപം ക്ഷയിക്കുന്നു, സുഖാനുഭവത്തിലൂടെ പുണ്യം ക്ഷയിക്കുന്നു. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് കുറഞ്ഞു വരണു. ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഇനിയും അനുഭവിക്കേണ്ടി വരും എന്നർത്ഥം. പുണ്യവും പാപവും ഇരുമ്പ് ചെങ്ങലയും സ്വർണം ചെങ്ങലയാണ്. അത് രണ്ടും ബന്ധനം തന്നെ അല്ലേ? അതുകൊണ്ട് ഈ അനുഭവത്തിലൂടെ അത് പോകുക. അപ്പോൾ നമുക്ക് ആശ്വാസമാവില്ലേ? ജീവിതത്തിൽ ഈ അറിവുണ്ടെങ്കിൽ ആരെയും പഴിക്കാൻ തോന്നില്ല. അപ്പോൾ അതിനെ ഭഗവാനെ സ്മരണയോട് കൂടിയിട്ട് അതിനെ സ്വീകരിക്കുന്നു. അപ്പോൾ തപസ്സായി. വിതൃഷ്ണയ, പിന്നെയും വിഷയങ്ങളിലുള്ള തൃഷ്ണ, കൊതി വളർത്താണ്ടിരിക്കണം അത്രയർത്ഥം. അതാണ് ഇത്രയോ തൃഷ്ണ വളർന്നതാണ്, കാമന ഉണ്ടായതാണ് വീണ്ടും കർമ്മത്തിനും കർമ്മവാസനയ്ക്കും ജന്മത്തിനും കാരണമായതെന്ന തിരിച്ചറിവില്. സർവത്ര ജന്തോർ വ്യസനാവഹത്യ സർവത്രേഷാ വിഹിതാരീതി. എനിക്ക് മാത്രമല്ല, നിങ്ങൾക്കും എവിടെ നോക്കിക്കഴിഞ്ഞാലും, ലോകത്തിൽ എവിടെ നോക്കിക്കഴിഞ്ഞാലും ഈ വിഷയങ്ങളുടെ പുറകെ പോകുന്ന ആൾക്കാർക്ക് സങ്കടവും കഷ്ടവും ക്ലേശവും ദുരിതവും തന്നെയാണ്. വ്യസനിപ്പിക്കുന്നത് കാണുന്നില്ലേ? അല്ലാത്തവർ മാത്രമേ സമാധാനവും ശാന്തി അനുഭവിക്കുന്നുള്ളൂ എന്ന് കാണുക, വിവേകം കൊണ്ട് അറിയുക. ജിജ്ഞാസയ, എന്നിട്ട് സത്യമറിയാൻ ഉള്ള ആഗ്രഹം, ജിജ്ഞാസ വളർത്തുക. ഭഗവാന്റെ അമൃതസമാനമായ കഥകളെ നിരന്തരം കേൾക്കുക. മത്കർമ്മഭിൽ മത്കഥയാദനിത്യം. ഭഗവാന്റെ അമൃതസമാനമായ കഥകൾ നിരന്തരം കേൾക്കുക. സർവകർമ്മങ്ങളും മത്കർമ്മഭിഹി, ഭഗവാന്റെ കർമ്മമാണ് ഞാൻ ചെയ്യണത്. എന്ത് ചെയ്യണതും ഒറ്റ ഹെഡേ ഉള്ളൂ കേട്ടോ. അപ്പോൾ സാധകനായി കഴിയുമ്പോൾ എന്തായി? ഒറ്റ ഹെഡേ ഉള്ളൂ. എന്താ? ഭഗവാന്റെ കർമ്മം, ഭഗവാന്റെ പണി, ഭഗവാന്റെ സേവ. അങ്ങനെ ചെയ്യൂ. മത് ദേവസംഘാൽ, അടുത്തുള്ള ക്ഷേത്രങ്ങളെ പോയി ഉദ്ധരിക്കൂ, ക്ഷേത്രങ്ങൾ ദർശനം ചെയ്യൂ, പൂജാദികൾ ചെയ്യൂ, പൂജാദികളെ സ്ഥാപനം ചെയ്യൂ. ദേവസംഘം, ക്ഷേത്രങ്ങളോടുള്ള സംഘം, ക്ഷേത്രദർശനം. ഗുണകീർത്തനാന്മേ, ഭഗവാന്റെ ഗുണഗണങ്ങളെ കീർത്തിക്കൂ, സ്തോത്രങ്ങളെ ആലപിക്കൂ, മന്ത്രം ജപിക്കൂ, ഇഷ്ടമന്ത്രം ജപിക്കൂ, നാമം ജപിക്കൂ. നിർവൈര സാമ്യോ, നിർവൈരം
ആരോടും ഈ ദേഹത്തിൻ്റെ മേലുള്ള അഭിമാനം വെച്ചുകൊണ്ട് ഭേദബുദ്ധി പുലർത്തിക്കൊണ്ട് മതമത്സരങ്ങൾ വയ്ക്കാതിരിക്കൂ. ആഫ്റ്റർ ഓൾ എല്ലാവരുടെ ഉള്ളിലും അന്തര്യാമി സ്വരൂപനായിരിക്കുന്നത് എൻ്റെ ആത്മാവായ അതേ ഭഗവാനാണ്. സർവഭൂതങ്ങളിലും മന്മതിയുണ്ടാകയും സർവഭൂതാത്മാ ഞാനെന്നെപ്പോഴും ഉറക്കയും. രാമായണത്തിൽ എല്ലാത്തിലും അന്തര്യാമിയായി ആത്മസ്വരൂപനായിരിക്കുന്നത് എൻ്റെ ഭഗവാനാണ് എന്ന ഭാവത്തിൽ. പിന്നെന്താ ഓരോരുത്തരും ഇങ്ങനെ ചെയ്യണത്? എന്ത് ചെയ്യാനാ? എൻ്റെ വാസന, എൻ്റെ സ്വഭാവ വാസനയിലെ വ്യത്യാസം ഉണ്ടല്ലോ. അതുപോലെ ഓരോരുത്തരും അവരവരുടെ പൂർവ്വ സംസ്കാരം കൊണ്ട് ഓരോ രീതിയിൽ പെരുമാറുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരോട് വിരോധവും ശത്രുഭാവയും പകയൊന്നും വയ്ക്കാണ്ടിരിക്കുക എന്നർത്ഥം. അപ്പം എന്താവും? മനസ്സ് ശാന്തവും. സമഭാവന വളർത്തൂ. എല്ലാത്തിലും സമായിരിക്കണത് ആരാ? സമം ഹി ബ്രഹ്മ. ഈശ്വരനാണ്, ബ്രഹ്മമാണ് എല്ലാത്തിലും സമായിരിക്കുന്നത്. ഉണ്ണികളെ പുത്ര ജിഹാസയാ ദേഹഗേഹാത്മപുത്രേ. ഈ എല്ലാത്തിനും മെയിൻ കാരണം ദേഹാസക്തിയാണ്. ദേഹാസക്തിയുടെ തോതനുസരിച്ചിരിക്കും വിഷയാസക്തി. ദേഹത്തിലുള്ള ഇപ്പോൾ വിടുന്നത് വെളിയിലുള്ളതിനല്ല, ഈ ദേഹത്തിലുള്ള ആസക്തി, അഭിമാനത്തെ, താതാത്മ്യത്തെ അജ്ഞാനം കൊണ്ടുണ്ടായ ഞാനെന്ന തോന്നലിനെയാണ് വിടേണ്ടത്. അത് കുറയും തോറും ബാഹ്യവസ്തുക്കളുടെ മമതയും ആസക്തിയും വിടും. ദേഹഗേഹ ആത്മബുദ്ധി. ആദ്യം വെറും ദേഹത്തിൽ ആത്മബുദ്ധി. അപ്പോഴോ ഗേഹാദികളിനോട് ബന്ധപ്പെട്ടതിൽ തന്നെ പോകോളും. അധ്യാത്മയോഗേന. അധ്യാത്മയോഗം എന്താ? വിഷയങ്ങളിലേക്ക് ഓടിപ്പോകുന്ന മനസ്സിനെ പതുക്കെ കൂട്ടിയിട്ട് വന്ന് ശനൈശനൈരുപരമേത് ആത്മന്യേവ വശന്നയേത്. പതുക്കെ ഭഗവത് ചിന്തനത്തിലൂടെ, നാമജപത്തിലൂടെ, കീർത്തനത്തിലൂടെ, സ്തോത്രാലാപത്തിലൂടെ ക്രമേണ കൂട്ടിയിട്ട് വന്ന് മനസ്സാക്ഷിയായ ഭഗവാന്റെ ചിന്തനത്തിൽ നിർത്തലാണ് അധ്യാത്മയോഗം. വിവിക്ത സേവയാ. ഇടയ്ക്കിടയ്ക്ക് ശാന്തമായി തിരക്കും ബഹളവും ഇല്ലാത്തടത്ത് പോയിരുന്ന് പരിശീലിക്കണം. ഒറ്റയ്ക്ക് ഇരിക്കുക. അപ്പോൾ പല വീടുകളിലും ഒരാളുള്ളൂ അല്ലെങ്കിൽ രണ്ടാളുള്ളൂ. അപ്പോൾ എന്താ? ലോൺലിനെസ് ഫീലിംഗ്. എന്താ സ്വാമി ഒറ്റയ്ക്ക് ആരും ഇല്ലയെന്ന്. അപ്പോൾ 4 ഫോണും വെച്ച് വെച്ചിട്ടുണ്ട്, എപ്പോഴും ലോകമായി ബന്ധപ്പെടാൻ. ഒരു നിലയ്ക്ക് ഭഗവാൻ അനുഗ്രഹിച്ചതല്ലേ, ഒരു കണക്ഷൻ വേണ്ടാന്ന്. ശാന്തമായ സ്ഥലത്ത്, ഏകാന്തമായ സ്ഥലത്തിരുന്നിട്ട് ചിന്തിക്കൂ. പ്രാണനെ, ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും വിഷയങ്ങൾക്ക് അഴിച്ചുവിടാതെ അതിനെ ഒരു അച്ചടക്കത്തിന് വിധേയമാക്കൂ. ശ്രദ്ധയാ. അതുപോലെ ബ്രഹ്മചര്യം, എല്ലാ ഇന്ദ്രിയങ്ങളെയും വിഷയങ്ങളിലേക്ക് അഴിച്ചുവിടാതെ നിയന്ത്രിതമായ ജീവിതം നയിക്കൂ. അസംപ്രമാദേന, വളരെ അലർട്ടായി, ജാഗ്രതായി, വിജിലൻ്റായിട്ടിരിക്കൂ. അതാണ് പ്രമാദമില്ലായ്മ. അതില്ലായ്മയാണ് പ്രമാദം. ഏറ്റവും വലിയ സാധനം എന്താ? അലർട്ട്നെസ്സാണ്, ജാഗ്രതയാണ് ഏറ്റവും വലിയ സാധന. പ്രമാദോ മൃത്യുരുത്യാഹ ബ്രഹ്മണസുത. സനകാദി മഹർഷിമാർ പറഞ്ഞു, ഒരു സാധകന്റെ മരണം എന്ന് പറഞ്ഞാൽ, ഒരു ഭക്തന്റെ മരണം എന്ന് പറഞ്ഞാൽ ഈ ശരീരം പോകലല്ലത്രേ. പിന്നെയോ ബ്രഹ്മനിഷ്ഠയിൽ പ്രമാദം സംഭവിക്കലാണ്. ഭഗവത് സ്മരണയിൽ നിന്ന് മനസ്സ് തെറ്റി വിഷയങ്ങളിലേക്ക് പോകുമ്പോൾ അറിയാതിരിക്കലാണ്. അതിൽ കൂടിക്കുഴഞ്ഞ് അതിൻ്റെ പിന്നാലെ കുതിരപ്പുറത്ത് സവാരി ചെയ്യണ പോലെ പോവലാണത്രേ സാധകന്റെ, ഭക്തന്റെ മരണം. അതാണ് പ്രമാദം. അതുകൊണ്ട് അസംപ്രമാദേന, വേണ്ടെങ്കിൽ വായ തുറക്കാണ്ടിരിക്കൂ. ആ തുടക്കത്തിൽ അങ്ങനെയെങ്കിലും ചെയ്യൂ. ആവശ്യമില്ലെങ്കിൽ ഞാൻ മിണ്ടില്ല. ഞാൻ പറയണോണ്ട് എനിക്കോ മറ്റുള്ളവർക്കോ എന്തെങ്കിലും പ്രയോജനമുണ്ടോ? പ്രയോജനമില്ലാത്തത് ഞാൻ പറയില്ല എന്നിരിക്കുക. സർവത്ര മത്ഭാവ വിചക്ഷണ. സർവ്വചരാചരങ്ങളിലും എൻ്റെ സാന്നിധ്യം കാണൂ. ഭഗവാൻ സർവഭൂതേഷു ആസ്ഥേ ഹരി. സർവഭൂതങ്ങളിലും ഹരി, ഭഗവാൻ ആത്മാവായി വസിക്കുന്നു. ഇങ്ങനെ ഒക്കെ സാധനകൾ അനുഷ്ഠിച്ചാൽ ജ്ഞാനം നാം നേടി. ജ്ഞാനുണ്ടല്ലോ, എന്ത്? ഞാൻ ശരീരമല്ല, മനസ്സല്ല, ബുദ്ധിയല്ല, ആത്മാവാണുള്ള ആ ജ്ഞാനം എന്താവും? വിജ്ഞാനവും പറയുന്ന അർത്ഥം. ഈ സാധനങ്ങളൊക്കെ എന്താണ്? ചിത്തശുദ്ധിക്കുള്ള ഉപായങ്ങൾ. ഇതൊക്കെ തന്നെ തപസ് എന്ന് പറഞ്ഞാൽ. ഇതുകൊണ്ട് മനസ്സ് തെളിയുമ്പോഴോ ശുദ്ധമാകുമ്പോഴോ ദേഹാദികളിൽ അഭിമാനം പോയിട്ട് മനസ്സ് നിരന്തരമായി ആത്മസ്വരൂപനായ ഭഗവാന്റെ സ്മരണയിൽ ഏർപ്പെടും. അവസാനം ആ സ്മരണയും പൊലിഞ്ഞ് ആ ഭഗവാന്റെ അനുഭവം മാത്രമായി തീരുന്നത്. അതോടെ ലിംഗം വ്യബോഹേൽ. എന്താ? നേരത്തെ സ്ഥൂല ശരീരമേ പോയുള്ളൂ. ഇപ്പോൾ സൂക്ഷ്മ ശരീരം വാസനയും അജ്ഞാനം ഉള്ളിടത്തോളം കാലം വീണ്ടും പുതിയ സ്ഥൂല ശരീരത്തെ ഉണ്ടാക്കുമെന്ന് പറഞ്ഞു നേരത്തെ. കർമ്മത്തിലൂടെയും ഭോഗത്തിലൂടെയുള്ള കുഴപ്പത. ഇപ്പം എന്തായി? ഇപ്രകാരം ആത്മസാക്ഷാത്കാരം സംഭവിക്കുന്നതോടുകൂടി, ഭഗവത് ദർശനം സംഭവിക്കുന്നതോടുകൂടിയോ വാസനകൾ അടങ്ങി, അജ്ഞാനവും നീങ്ങി. അതുകൊണ്ട് സൂക്ഷ്മ ശരീരത്തിനെ പിന്നെ നിലനിർത്താൻ ആരുമില്ല. ലിംഗം അഥവാ സൂക്ഷ്മ ശരീരം നഷ്ടപ്പെട്ടു, നശിച്ചു. കുശലോഹമാഖ്യം. അപ്പം ആ വ്യക്തിക്ക് കുശലത വന്നു. ആ വ്യക്തി അപ്പോൾ കൃതാർത്ഥനായി, ധന്യനായി എന്ന് മനസ്സിലാക്കണം. അത്രയായാൽ പിന്നെ അയാൾക്ക് സമ്യക് വ്യബോഹ ഉപരമേതയോഗാൽ, പിന്നീട് അയാൾക്ക് പിന്നെ സാധനകളൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. കാരണം ഞാനെന്ന അഭിമാനം ദേഹത്തിൽ പോയി, മമതാബന്ധമറ്റ് പോയി, ആത്മാനുഭൂതിയിൽ നിഷ്ഠ വന്നു, ബ്രഹ്മനിഷ്ഠ വന്നു, ജീവന്മുക്തനായി, കൃതാർത്ഥനായി, ഭക്തനായി എന്നർത്ഥം. അതുവരെയാണ് സാധനകളൊക്കെ എന്ന് പറഞ്ഞ്
നിങ്ങളുടെ സകല സൽഗുണങ്ങളെ കൊണ്ടും ശ്രേഷ്ഠനായ നിങ്ങളുടെ ശ്രേഷ്ഠനായ ഭരതനെ ഞാൻ ചക്രവർത്തിയാക്കി വാഴിക്കണു, ഇദ്ദേഹത്തെ രാജ്യഭരണത്തിൽ നിങ്ങൾ സഹായിക്കൂ, അതെൻ്റെ ആരാധനയാണ് എന്നൊക്കെ പറഞ്ഞ് അനുഗ്രഹിച്ചും വെച്ച് ഋഷഭദേവൻ പിന്നീട് പരമഹംസവൃത്തിയെ സ്വീകരിച്ചുകൊണ്ട് അവധൂത വേഷത്തിൽ പോയി എന്നാണ്. ഇതാണ് ഉപദേശത്തിൻ്റെ ഒരു സാമാന്യ രൂപം. ഇനി ഭരതൻ്റെ ചരിത്രം ഒന്ന് സ്മരിക്കണമല്ലോ. ഈ ഭരതൻ മഹാനായ ധർമ്മനിഷ്ഠനായ ഭാഗവതോത്തമനായ ചക്രവർത്തിയായിരുന്നു. വിവാഹം കഴിച്ചു, കുട്ടികളുണ്ടായി, അവരെ നല്ല സംസ്കാരത്തോടു കൂട്ടി തങ്ങളെ അച്ഛൻ വളർത്തിയമായിട്ട് തന്നെ വളർത്തി. ഇങ്ങനെയൊക്കെയാണ് നമ്മളും വളർത്തേണ്ടതെന്ന്. അതിനുശേഷം അച്ഛൻ എങ്ങനെയാണോ പൂർവന്മാരൊക്കെ ഒരു സമയം വന്ന സമയത്ത് തൻ്റെ സമൂഹത്തിനോടുള്ള ഉത്തരവാദിത്വങ്ങളൊക്കെ ഭംഗിയാവണ്ണം ഈശ്വരാരാധനാരൂപേണ നിർവഹിച്ച് മനസ്സിന് പക്വത കൈവരിച്ച്, ആ പക്വത കൈവരിക്കലാണ് വാസ്തവത്തിൽ ഈ രാജാക്കന്മാരൊക്കെ ഭരണത്തിലൂടെ നടത്തിയത്. അല്ലാണ്ട് ഭോഗങ്ങൾ അടിപൊളി ജീവിതമായിരുന്നില്ല. എങ്കിൽ അവർക്ക് ഒരു മരവുരി എടുത്തുകൊണ്ട് ഒരു രുദ്രാക്ഷമാല എന്തിക്കൊണ്ട് ആ കാടിൻ്റെ ഉള്ളിൽ പോയിട്ട് ആ പ്രകൃതിയോട് ഇണങ്ങിക്കൊണ്ട് യാതൊരു തരത്തിലുള്ള ക്ലേശവുമില്ലാതെ മനസ്സിനെ പിടിച്ച് ഈശ്വരൻ്റെ ചിന്തയിൽ നിർത്താൻ കഴിയുമായിരുന്നോ? അപ്പോൾ ഇവിടെ പ്രിപ്പറേഷനായിരുന്നു അല്ലേ? അവിടെ പോയിട്ട് ആ ജീവിതം നയിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹവും പതിവ് പോലെ പൂർവന്മാരുടെ മാർഗത്തെ അനുസരിച്ചുകൊണ്ട് വാനപ്രസ്ഥ ജീവിതം നയിച്ചു. കാട്ടിലേക്ക് പോയി. പണ്ട് പുലഹ മഹർഷി തപസ് ചെയ്യുന്ന പുലഹാശ്രമത്തിൻ്റെ അവിടെ പോയിട്ട് ഏകാന്ത ഭക്തിയോടുകൂടി ഭഗവാന്റെ ചിന്തനത്തിൽ അങ്ങനെ മുഴുകിക്കഴിഞ്ഞു എന്നർത്ഥം. യോഗതാപസ എന്നൊരു വിശേഷണം. അദ്ദേഹം യോഗ സമ്പ്രദായമാണ് അനുഷ്ഠിച്ചത്, ജ്ഞാനതാപസ എന്നർത്ഥം. ആത്മജ്ഞാനം അദ്ദേഹത്തിന് വന്നിരുന്നില്ല. ഉണ്ടായിരുന്നെങ്കിൽ പതനം ഉണ്ടാവില്ലായിരുന്നു അർത്ഥം. ആത്മജ്ഞാനിക്ക് പിന്നെ ഒരിക്കലും പതനമില്ല. ആട്ടെ, അദ്ദേഹം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്തായി? നമുക്ക് വളരെ 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 പറ്റണ ഒരബദ്ധം. അദ്ദേഹം അവിടെ ഒരു ദിവസം നദിയിൽ കുളിയും കഴിഞ്ഞ് ജപം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സിംഹത്തിൻ്റെ ഗർജനം കേട്ടു. ആ സമയത്ത് കണ്ണു തുറക്കാൻ തോന്നി. കണ്ണു തുറന്നപ്പോഴോ ഒരു മാൻകുഞ്ഞ്, പിറന്ന മാൻകുഞ്ഞ് ആ വെള്ളത്തിലൂടെ ഒഴുകി വരുന്നു. എന്താ കാര്യം? മറുവശത്ത് ഗർഭിണിയായൊരു മാൻകയുടെ വെള്ളം കുടിക്കാൻ വന്നതായിരുന്നു. ഈ സിംഹത്തിൻ്റെ അലർച്ച കേട്ടിട്ട് അത് ചാടി, കുറുകെ ചാടി, അത് ആ പരിഭ്രമത്തിൽ പ്രസവിച്ചു. ആ തള്ളമാൻ മരിക്കുകയും ചെയ്തു. ആരുമില്ലാത്ത അനാഥ കുഞ്ഞിങ്ങനെ ഒഴുകി വരേണ്ടപ്പോൾ മഹാത്മാവായ ഞാൻ ഇതിനെ രക്ഷിക്കേണ്ടതല്ലേ? പണ്ട് രാജാവായി ഒരുപാട് ആൾക്കാരെ രക്ഷിച്ചവനാണെന്നുള്ള ആ സംസ്കാരം വാസന പോയില്ലേ, അത് ഉള്ളിൽ വന്നു. ഞാൻ രക്ഷകൻ എന്നുള്ള വിചാരം വന്നു. ഉടനെ വെള്ളത്തിലേക്ക് എടുത്ത് ചാടി അതിനെടുത്തു കൊണ്ടുവന്നു കരയ്ക്ക് വെച്ചു. അത്രത്തോളം തെറ്റൊന്നുമില്ല. കാരുണ്യം, ദയ, വാത്സല്യം, ദീനാനുകമ്പം ഒക്കെ വേണ്ടേ? തീർച്ചയായിട്ടും വേണം. പക്ഷേ ആ മാൻകുട്ടിയിൽ അദ്ദേഹത്തിന് മമത വന്നുപോയി എന്നർത്ഥം. ഞാനില്ലെങ്കിൽ ഇതിനെ ആരാ നോക്കുക? പകനാരോട് പറഞ്ഞു, കുഞ്ഞി പ്രസവിച്ചു എന്ന് ഭാര്യ പറഞ്ഞു. വായുണ്ടോ? അവിടെ വച്ചോ. വായു കൽപ്പിച്ച വായ കയറിയ ദൈവം വരെയും കൽപ്പിച്ചിട്ടുണ്ടാവുന്നു അല്ലേ? അവസാനം ആ അമ്മയ്ക്ക് സഹിക്കുക വേണ്ടായപ്പോൾ നുണ പറഞ്ഞു എന്നാണ്. വായുണ്ടോ എന്ന് വെച്ചപ്പോൾ പതിവാദത്തിന് ചോദ്യം. വായില്ല പറഞ്ഞു. എന്നാൽ ഇങ്ങോട്ട് കൊണ്ടാ പറഞ്ഞു. അവിടെ ഇരുത്തി പ്രതിഷ്ഠിച്ചു. എന്നാൽ മറ്റുള്ള ഭക്തന്മാർ കൊണ്ടുകൊടുത്തു. വായില്ല കുന്നിലപ്പനായി അത്രേ. എന്താ പറയുന്നത് താല്പര്യം? ആരാ ദൈവമാണ് നോക്കണത്? അരക്ഷിതം തിഷ്ടതി ദൈവരക്ഷിതം. നമ്മളൊക്കെ രക്ഷിക്കേണ്ടായാലും ഒരു രക്ഷയില്ല ദൈവത്തിൻ്റെ രക്ഷയില്ലെങ്കിൽ. ഉണ്ടോ? നമ്മളെപ്പോൾ രക്ഷിക്കണം ആരാണാവോ? നമ്മളെന്താ വിചാരിക്കണേ? എൻ്റെ കുട്ടികളോ, എൻ്റെ വീട്, എൻ്റെ ബന്ധുക്കള് ആരാ നോക്കുക? ഞാനില്ലെങ്കിൽ ആരാ? നിങ്ങളെ ആരാ നോക്കണേ? നമ്മളെ ആരാ നോക്കണേ? ആ ദൈവമല്ലേ എല്ലാവരും നോക്കണത്? അയ്യോ, ഗർഭത്തിൽ വെച്ച് ആരാ നോക്കിയത്, സംരക്ഷിച്ചത്? ആ ഭഗവാൻ തന്നെ പുറത്തു നിന്ന് രക്ഷിക്കണു എല്ലാവരും. നോക്കൂ, അതൊക്കെ മറക്കണു നമ്മൾ. മമത വരണു എന്നർത്ഥം. മമത വന്നു. പിന്നെയോ ആ മാനിനെ കുട്ടിയെ കൊണ്ടുപോയി അതിന് പാലന്വേഷിക്കണം, അതിന് വായല കൊടുക്കണം, അതിനെ മൃഗങ്ങളിൽ നിന്ന് രക്ഷിക്കണം. അദ്ദേഹത്തിന് ജപത്തിന് നേരമില്ലാണ്ടായും മനസ്സ് നിൽക്കാണ്ടായി. അദ്ദേഹം പൂജയ്ക്കോ ജപത്തിനോ ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പം ആൺകുട്ടിയെ കാണാണ്ടാവും. അയ്യോ, അതെവിടെ പോയാവോ, വല്ല മൃഗങ്ങൾ വന്ന് പിടിച്ചു പോവോ, ഓടെ അന്വേഷിച്ച് പോവായി. പിന്നെ അതിനെ കൊണ്ട് അടുത്തിരുത്തുകയായി. പിന്നെ പൂജിക്കാൻ തുടങ്ങുന്ന സമയത്ത് ആ പൂജാപാത്രങ്ങളിലൊക്കെ മൂത്രം മൂതിയിട്ട് ഓടി കിടക്കും. അപ്പോൾ ദേഷ്യപ്പെട്ട് അതിനെ ശകാരിക്കും. അപ്പോൾ അത് കൊച്ചുകുട്ടി പിണങ്ങണം, അവരെ പോയി പിണങ്ങി നിൽക്കും. അപ്പോൾ അത് കാണുമ്പോഴേക്കും അതിൻ്റെ മനസ്സാകെ വാടും. ഉടനെ അതിൻ്റെ അടുത്ത് കൊണ്ട് ഉമ്മ വയ്ക്കുകയായി, തുള്ളിച്ചാടുകയായി, കഴുത്തിൽ വെച്ച് അതിനെ സന്തോഷിപ്പിക്കുകയായി. എന്തിനു പറയണു? ബ്രഹ്മനിഷ്ഠയ്ക്ക് ഭംഗം വന്നു. ഇപ്പോൾ കണ്ണടച്ച ഗുരുവായൂരപ്പനല്ല, പിന്നെയോ മാങ്കുട്ടി ഇങ്ങനെ ഓടി കിടക്കുക അത്രയും നൃത്തം. ഇങ്ങനെ നമ്മുടെയൊക്കെ മനസ്സിൽ ആരൊക്കെ ഓടി ഇറക്കണേ എന്നാലോചിച്ച് നോക്കുക. ഗുരുവായൂരപ്പൻ ഓടി ഇറന്നാൽ നല്ലതാലേ. കണ്ണൻ്റെ ലീലകൾ ഓരോന്നും വെവ്വേറെ എണ്ണി എണ്ണി കണ്ണിൽ കാണാകേണം. ഈ മനക്കണ്ണിൽ കണ്ണങ്ങോട്ട് അടച്ചു കഴിഞ്ഞാൽ ആ കണ്ണൻ ചെയ്ത ഓരോ ലീലകൾ ഇങ്ങനെ കാണാറായ നല്ല ധ്യാനായി. അതിന് പകരം എന്തൊക്കെയാ ആരൊക്കെയാ കയറി വരണത്? ഇപ്പം മനസ്സിലായോ എന്തുകൊണ്ടാണ്? അവരിലൊക്കെയാണ് നമുക്ക് മമതയുള്ളത്. നോക്കൂ, എല്ലാം വിട്ട് ചിലപ്പോൾ സന്യാസിമാർക്കും പറ്റും കേട്ടോ. അച്ഛനെ വിടാനും അമ്മയെ വിടാനും ജോലി വിടാനും ഒന്നും വിഷമമില്ല. പിന്നെയോ ശിഷ്യന്മാരോടൊരു അറ്റാച്ച്മെൻറ്റ്, മമത. ചില ഭക്തന്മാരോടൊരു അറ്റാച്ച്മെൻറ്റ്. ഇവരെന്നെ നമസ്കരിക്കണവരാണ്, എനിക്ക് ദക്ഷിണ തരണവരാണ്, അവരെൻ്റെ കാര്യം നോക്കണം, അവരോടൊരു മമത. നോക്കൂ, ഗൃഹസ്ഥന്മാർക്ക് മാത്രമല്ല കേട്ടോ, സന്യാസിമാരും പെടുവതില്. മമത വന്നോ ഒക്കെ വിട്ട് വാനപ്രസ്ഥം സ്വീകരിച്ച് പോയ ആളല്ലേ, സന്യാസം സ്വീകരിച്ച് പോയ ആളല്ലേ ഇപ്പം അദ്ദേഹം ഭരത മഹർഷി എന്നൊക്കെ പറയാ. എന്നിട്ടെന്തായി? മമത വന്നു. മമത അറിയണില്ല നമ്മളെന്നർത്ഥം. എത്ര കരുതലോടുകൂടി ഇരിക്കണം. അച്ഛനെ നോക്കിക്കോളൂ, അമ്മയെ നോക്കിക്കോളൂ, കുട്ടികളെ വളർത്തിക്കോളൂ, പേരക്കുട്ടികളെ നോക്കിക്കോളൂ, എല്ലാം നിങ്ങൾ ചെയ്തോളൂ, ഇതൊന്നും ചെയ്യേണ്ടെന്ന് പറയണില്ല.
പ്രാരബ്ധം അതാണെന്ന് നോക്കണം. പക്ഷേ അവരോടൊന്നോടും ഒട്ടലും മമതയുണ്ടാവാൻ പാടില്ല. മക്കൾ നമ്മളിലൂടെ വന്നൂന്നേ ഉള്ളൂ, പക്ഷേ നമ്മുടെയല്ല എന്നാ ഗുരുദേവൻ പറയാം. നമ്മൾക്ക് ചെയ്യാനുള്ളത് അവർക്ക് സംസ്കാരം കൊടുത്ത് അവരെ വളർത്തി വിടുക, കഴിഞ്ഞു. പിന്നെ അവരവരുടെ യോഗമനുസരിച്ച്. മമതയാണ് നമ്മുടെ ബന്ധനത്തിനും ദുഃഖത്തിനും കാരണം. ഈ മമത കൊണ്ടാണ് നമുക്ക് മര്യാദയ്ക്ക് സമാധാനമായി ചാവാനും കൂടിയും പറ്റാത്തത്. സത്യല്ലേ? ആരാ എനിക്ക് അവളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല, ഇവൾക്കൊരു ഫ്ലാറ്റ് ആയിട്ടില്ല, മറ്റോനൊരു ജോലിയായിട്ടില്ല, ഇങ്ങനെ 100,000 വിചാരങ്ങളിലല്ലേ നമ്മൾ പലരും ചത്തുപോകണത്. ചാവുമ്പോഴെങ്കിലും ഉണ്ടോ ഗുരുവായൂരപ്പൻ്റെ ചിന്തയിൽ പോവുക? അല്ലേ? അന്തേ നാരായണ സ്മൃതിയാണ് ഭാഗവതം നമ്മളോട് വേണമെന്ന് പറയണത്. അതിനോ മാമനുസ്മൃതി സദാസമയം എന്നെ സ്മരിച്ചുകൊണ്ട് എൻ്റെ ആരാധനയായി ഈ ലോകജീവിതം നയിക്കൂ നീ, എങ്കിൽ ഭഗവാന്റെ സ്മരണ ഉണ്ടാവും. യം യം വാഭിസ്മരൻ ഭാവം ത്യജത്യന്തേ കളേബരം തം തം ഏവ ഏതി കൗന്ദേയ സദാ തദ്ഭാവഭാവിത. നിരന്തരമായി ഓർമ്മിച്ച് ഊട്ടി വളർത്തിയ സംസ്കാരത്തിൻ്റെ ആ ആകത്തുകയ്ക്ക് അനുസരിച്ചുള്ള പ്രബലമായ സംസ്കാരമാണ് മരണസമയത്ത് നമ്മുടെ ഉള്ളിൽ വരിക അത്രേ. ആ മരണസമയത്തെ ചിന്തയ്ക്കനുസരിച്ചിട്ടാണത്രേ ഇനിയത്തെ ജന്മം. ഇപ്പം കണ്ടുള്ളൂ കഥയിൽ പുരഞ്ജനിയെ ധ്യാനിച്ച് മരിച്ച് പുരഞ്ജനൻ എന്തായി? ഒരു പെണ്ണായി. അല്ലേ? ഇവിടെ എന്തായി? ഈ മാനപ്പളയ്ക്ക് കലമാനായി, കൊമ്പുള്ള വലിയ മാനായി. എന്നാലും ആ മാനിനോടുള്ള മമത. ഞാൻ പോയാൽ പിന്നെ ആ വയസ്സായി മരിക്കാറായി, ഈ മാന ആരാ ഉള്ളത്? നമ്മളൊക്കെ വിചാരിക്കണത് തന്നെ എന്ന് വിചാരിച്ച് കണ്ണടച്ചു. ആ മാനിൻ്റെ മുഖത്ത് നോക്കി. എന്തായി? ആ കാട്ടിൽ തന്നെ മാനായി പിറന്നു. കണ്ടോ? പറയാൻ പറ്റില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മളിത് ഓർത്തോണം. ഇനി വേറൊരാൾക്ക് ഇങ്ങനെ വന്നാൽ തരക്കെടില്ല, അങ്ങനെ പറയാൻ പാടില്ല. പാവം പ്രാരബ്ധം, അങ്ങനെ വിചാരിക്കാൻ പാടുള്ളൂ നമ്മൾ. ഓരോരുത്തർക്കും എന്താ അങ്ങനെ ഇദ്ദേഹത്തിന്റെ പ്രാരബ്ധം, മാനായി ജനിച്ച് അനുഭവിക്കാനുള്ള പ്രാരബ്ധം ബാക്കിയുണ്ട്. അത് ഈ മാൻകുട്ടിയുടെ രൂപത്തിൽ വന്നു. അതിൽ മമത കൊണ്ട് അദ്ദേഹം കൊഴിപ്പോട്ട് പോയി. മറ്റുള്ളവരുടെ പതനത്തിൽ നമ്മൾ സന്തോഷിക്കാൻ പാടില്ല, സഹതപിക്കണം, പ്രാർത്ഥിക്കണം. പ്രാരബ്ധം കൊണ്ടാണ് വരുന്നത്. പ്രാരബ്ധം അനുഭവേണ ഏവ നശ്യതീന, അനുഭവം കൊണ്ട് നശിക്കുള്ളൂ. അത് ഏത് രൂപത്തിൽ വരുമെന്ന് പറയാൻ പറ്റില്ല. ഇതിന് മാൻകുട്ടിയുടെ രൂപത്തിൽ വരും. പക്ഷേ എന്താ ഗുണം ഉണ്ടായത്? കഴിഞ്ഞ ജന്മത്തിൽ ധർമ്മനിഷ്ഠമായ രാജ്യം ഭരിച്ചു, ഭകളേക്കാളും ഭഗവാനെ ആരാധിച്ചതിൻ്റെ സംസ്കാരം ആ സൂക്ഷ്മ ശരീരത്തിലുണ്ടല്ലോ. ആ സംസ്കാരം ആ ജന്മത്തിൽ മാനായി പിറന്നപ്പോൾ തന്നെ ഓർമ്മ വന്നു. അതുകൊണ്ടോ ഭഷ്ടോഹം പതിതോഹം എന്ന് അദ്ദേഹത്തിന് ബോധ്യം വന്നു. ഈ ജന്മം ആരോടും ഒന്നിനോടും ബന്ധപ്പെട്ടില്ല എന്ന് നിശ്ചയിച്ച് ഏകാന്തമായ തപസ് പഴയ പുലഹാശ്രമത്തിൻ്റെ അടുത്ത് പോയി വല്ല ഉണക്കപ്പുല്ലോ വല്ലാണ്ട് ദാഹിച്ചാത്ത ഒരു വെള്ളം കുടിച്ചുകൊണ്ട് അങ്ങനെ കഴിഞ്ഞു ആ ജന്മം. ആ അവസാനം അത് കഴിഞ്ഞപ്പോൾ ആ വെള്ളത്തിൽ വിട്ടു കളഞ്ഞു. പിന്നീട് 3-ാം ജന്മം പരമജ്ഞാനിയായി നത്തം. അതിപ്പോൾ പറഞ്ഞിട്ടില്ല ആ ജീവിതം. ഭരതൻ്റെ ചരിത്രമൊന്നും സ്മരിക്കാൻ സമയം അത്രയേ ഉള്ളൂ. വളരെ ആലോചിച്ച് നോക്കൂ. നമുക്കൊക്കെ പറ്റണത് സ്നേഹം, കാരുണ്യം, ദയ, വാത്സല്യം നല്ലത്. പക്ഷേ ഞാൻ അവരെ സഹായിക്കുന്നവരാണ്, ഇവരെ അപ്പോൾ നമ്മൾ ആരെങ്കിലും സഹായിച്ചു പോയാൽ നമുക്ക് അവരോട് മമത വരികയോ ആവശ്യമില്ലാണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഫോൺ വിളിക്കാം, എല്ലാ കാര്യമുണ്ടോ? നിങ്ങൾ സഹായിച്ചു മറക്കണം, ഉള്ളിൽ കയറ്റി വയ്ക്കരുത്. ഉള്ളിൽ ഭഗവാന് മാത്രം സ്ഥാനം, ഈ ലോകത്തിൽ ആർക്കും സ്ഥാനം ഉണ്ടാവാൻ പാടില്ല. ഈ ലോകർക്കൊക്കെ വേണ്ടി നിങ്ങൾ ചെയ്തോളൂ, പക്ഷേ ലോകത്തെ ഉള്ളിലാക്കാൻ പാടില്ല, ഭഗവാനെ മാത്രമേ ഉള്ളിലാക്കാൻ പാടുള്ളൂ. ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിച്ചോണം കേട്ടോ. കുറച്ചു നേരം കണ്ണടച്ചിരുന്ന് നോക്കി അറിയാൻ കഴിയും ആരൊക്കെ നമ്മൾ ഉള്ളിൽ കയറ്റി വെച്ചിട്ടുണ്ടെന്ന്. ഗുരുവായൂരപ്പാ വിചാരിച്ച് വിട്ടോളൂ. ഒരു നിമിഷം ഭഗവാന്റെ നാമസ്മരണയോടെ നിർത്താം. ഓം നമഃ ശിവായ, 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 ഓം നമഃ ശിവായ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേർസ്വഭാവാത് കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഹരി ഓം തത്സത്.